ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ കോംപ്ലക്സ് ദാറ്റ് ഡസ് നോട്ട് ഒബേ 18 ഇലക്ട്രോൺ റൂൾ. 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത് ഏത് കോംപ്ലക്സ് ആണെന്നുള്ളതാണ്. സോ ഈ ഒരു കോംപ്ലക്സിനകത്ത് കൊബാൾട്ട് 6 ടൈംസ് CO12 CO16 എന്നാണ് കേട്ടോ. കൊബാൾട്ട് 6 ടൈംസ് CO16, Fe2 CO9 ടൈംസ്, കൊബാൾട്ട് 4 ടൈംസ് CO12 ആൻഡ് Fe3 CO12. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനകത്ത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്ത കോംപ്ലക്സ് ഏതാണെന്നാണ് ചോദ്യം. സോ നിങ്ങൾ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിക്കകത്ത് കാർബണൈൽ ക്ലസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. സോ കാർബണൈൽ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, LNCC ആൻഡ് HNCC. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടി കാണും. സോ ബേസിക്കലി LNCC HNCC അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അത് കണ്ടാൽ പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ സിമ്പിളാണ്. സോ LNCC ആൻഡ് HNCC. LNCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റർ എന്നാണ് LNCCയുടെ ഫുൾ ഫോം. സോ ലോ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റർ. മെറ്റൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ് ഈ ഒരു കേസിൽ വരുന്നത്. സോ ഈ ഒരു LNCCയുടെ പ്രത്യേകത, ഇവർ 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യും. ഒബേസ് 18 ഇലക്ട്രോൺ റൂൾ. ഒബേസ് 18 ഇലക്ട്രോൺ റൂൾ. അതാണ് LNCCയുടെ പ്രത്യേകത. സോ ഇവരെ നമ്മൾ ലോ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. മെറ്റൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഇവർ എന്ത് ചെയ്യും? 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യും. ഇനി HNCCയുടെ പ്രത്യേകത, അവർ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആണ്. ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആണ്. സോ മെറ്റലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. അതുപോലെ ഡസ് നോട്ട് ഒബേ 18 ഇലക്ട്രോൺ റൂൾ. ഡസ് നോട്ട് ഒബേ 18 ഇലക്ട്രോൺ റൂൾ. 18 ഇലക്ട്രോൺ റൂൾ എന്ത് ചെയ്യത്തില്ല? ഇവർ ഒബേ ചെയ്യത്തില്ല. ഈ ഒരു കൺസെപ്റ്റാണ് ബേസിക്കലി ഈ ഒരു ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. സോ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ മെറ്റൽ 6 വരുന്ന ആ ഒരു HNCC ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും മെറ്റൽ 2, മെറ്റൽ 4 ആൻഡ് മെറ്റൽ 3. അതായത് നമ്മളുടെ ഓപ്ഷൻ BCD എന്ന് പറയുന്നത് എന്താണ്? BCD എന്ന് പറയുന്നത് LNCC ആണ്. ലോ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് A ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? HNCC ആണ്. അതായത് മെറ്റലിന്റെ നമ്പർ എത്ര? 6 ആണ്. ഗ്രേറ്റർ ദാൻ 4 ആണ്. സോ അതെന്താണ്? ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റർ ആണ്. നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? LNCC ആണെന്നുണ്ടെങ്കിൽ 80 ഇലക്ട്രോൺ റൂൾ എന്ത് ചെയ്യും? അവർ ഒബേ ചെയ്യും. ഒബേസ് 80 ഇലക്ട്രോൺ റൂൾ. ഇനി HNCC ആണെങ്കിൽ അവർ 80 ഇലക്ട്രോൺ റൂൾ എന്ത് ചെയ്യത്തില്ല? ഒബേ ചെയ്യത്തില്ല. സോ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? 6 മെറ്റൽ വരുന്ന ഈ ഒരു ക്ലസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത്. ബാക്കി 3 എന്ത് ചെയ്യുന്നുണ്ട്? 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ അതാണ് നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാക്കി 3 കോംപ്ലക്സ് എങ്ങനെയാണ് 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കണം. ഇനി ആ ഒരു കോംപ്ലക്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. സോ ഈ ഒരു 4 കോംപ്ലക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള അതിൻ്റെ പോയിന്റ്സ് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നെ പറഞ്ഞ് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കൊബാൾട്ട് 6 CO16 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പോയിന്റ്സ് ആണ് ആ ഒരു കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി BCD ഓപ്ഷൻസിലുള്ള കോംപ്ലക്സ് അവരുടെ പ്രത്യേകതകളും കൂടെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്? കോംപ്ലക്സ് എന്ന് പറയുന്നത് കൊബാൾട്ട് 6 ടൈംസ് 60. ഇതാണ് നമ്മളുടെ കോംപ്ലക്സ്. സോ ഇതിൻ്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6. കൊബാൾട്ട് എത്രയാണ്? 9 ആണ് ഒരു കൊബാൾട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ. സോ 6 × 9 പ്ലസ് കാർബണിൽ എത്രയാണ്? 2 ആണ്. 2 × 16. ഓക്കെ, 2 × 16. സോ 54 പ്ലസ് 32 എത്ര വരും? 86 വരും. സോ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറയുന്നത് 86 ആണ്. എന്താണ്? 86 ആണ്. സോ ഇതൊരു ക്ലോസോ ഒക്ടാഹെഡ്രൽ
കോംപ്ലക്സ് ആണ്. സോ ഒരു ക്ലോസോ ഒക്ടാഹെഡ്രൽ HNCC ആണ്. ഇനി ഇതിനകത്ത് എത്ര സ്കെലിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സ്കെലിറ്റൽ ഇലക്ട്രോൺസ് ചോദിക്കാം. സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് എന്താണ്? മൈനസ് നമ്പർ ഓഫ് 2 ഇൻറ്റു നമ്പർ ഓഫ് മെറ്റൽസ് ഡിവൈഡഡ് ബൈ എന്താണ്? 2 ആണ്. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എത്ര ആണ്? 86 മൈനസ് 2 ഇൻറ്റു എത്ര നമ്പർ ഓഫ് മെറ്റൽസ് ഉണ്ട്? കൊബാൾട്ട് 6 ടൈംസ് ആണ്. സോ എന്താണ്? 12n ആണ്. സോറി 2n അല്ല 12n ആണ്. 12 ഇൻറ്റു 6 എന്ന് വരും ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 86 മൈനസ് 72/2 എന്ന് വരും. അതായത് 86 minus 72 divided by 2, that is 14 divided by 2, അതായത് 7 ഇലക്ട്രോൺ പെയർ. അത്രയും സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർ ആണ് ഈ ഒരു കോംപ്ലക്സിനുള്ളത്. സോ സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ മൈനസ് 12 ഇൻറ്റു n. ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെറ്റൽ ആയിരിക്കും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെറ്റൽസ് ആയിരിക്കും. സോ ഈ ഒരു കോംപ്ലക്സിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, അതിൻ്റെ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ കൗണ്ട് 86 ആണ്. ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇത് ക്ലോസോ ഒക്ടാഹെഡ്രൽ HNCC ആണ്. ഇനി ഇതിനകത്ത് എത്ര സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർ ഉണ്ട്? 7 സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർ ആണ്. സ്കെൽറ്റൽ ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 7 ഇൻറ്റു 2 14 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കോംപ്ലക്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് ഏതാണ്? നെക്സ്റ്റ് Fe2CO9. സോ ഈ ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത് എങ്ങനെയാണ് ഒബേ ചെയ്യുന്നത്? നമുക്ക് അതിൻ്റെ ടോട്ടൽ ബാലൻസ് കൗണ്ട് എടുക്കാം. സോ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ കൗണ്ട് നമുക്ക് നോക്കാം. സോ ഒരു അയൺ എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസിനെ കൊടുക്കും. സോ 2 ഇൻറ്റു 8 പ്ലസ് 2 ഇൻറ്റു 9 എന്ന് വരും. ഓക്കെ, 2 ഇൻറ്റു 8 പ്ലസ് 2 ഇൻറ്റു 9 അതായത് 16ഉം 18, അതായത് 34 ആണ്. നമുക്കറിയാം 36 വന്നാലാണ് 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നത്. 18, 36, 54 അങ്ങനെയാണ് പോകുന്നത്. സോ 34 ആണ്. ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു മെറ്റൽ എന്തുണ്ട്? ഒരു മെറ്റൽ ബോണ്ട് ഉണ്ട്. അവിടുന്ന് 2 ഇലക്ട്രോൺസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ മൊത്തം 36 ഇലക്ട്രോൺ ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. Fe ഒരു മെറ്റൽ ബോണ്ട് ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് 3 കാർബണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിഡ്ജിങ് കാർബണയിലാണ്. സോ 3 കാർബണയിൽ ബ്രിഡ്ജ് ചെയ്താണ് നിൽക്കുന്നത്. പോയിട്ട് 6 കാർബണയിലുണ്ട്. സോ ആ ഒരു 6 കാർബണയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെർമിനൽ കാർബണയിലായിരിക്കും. എന്തായിരിക്കും? ടെർമിനൽ കാർബണയിലായിരിക്കും. ഇവിടെ നോക്കുക, നമുക്ക് ബ്രിഡ്ജിങ് കാർബണയിൽ എന്ന് പറയുന്നത്, ഈ ഒരു കേസിൽ ബ്രിഡ്ജിങ് കാർബണയിൽ എന്ന് പറയുന്നത് 3 എണ്ണം ആയിരിക്കും. ടെർമിനൽ കാർബണയിൽ എന്ന് പറയുന്നത് ബാക്കി വരുന്ന 6 എണ്ണം. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. ഓക്കെ, സോ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 34 ആണ്. ഒരു മെറ്റൽ ബോണ്ട് കൂടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ അത് 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. എത്ര ബ്രിഡ്ജിങ് CO ഉണ്ടെന്ന് ചോദിക്കാം? 3 ബ്രിഡ്ജിങ് CO ആണുള്ളത്. എത്ര ടെർമിനൽ CO ഉണ്ടെന്ന് ചോദിക്കാം? 6 ബ്രിഡ്ജിങ് ടെർമിനൽ CO ആണുള്ളത്. ഈ ഒരു LNCCയുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D3H ആണ്. എന്താണ്? D3H ആണ്. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? D3H ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ ആ ഓരോ പോയിന്റും എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് കോംപ്ലക്സിനെ കുറിച്ചുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. നെക്സ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് കൊബാൾട്ട് 4 ടൈംസ് CO12. കൊബാൾട്ട് 4 ടൈംസ് CO12 ആ ഒരു കോംപ്ലക്സിൻ്റെ പ്രത്യേകതകളൂടെ നമുക്ക് പറഞ്ഞു പോകാം. സോ കൊബാൾട്ട് 4 ടൈംസ് CO12. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു കൊബാൾട്ട് 9 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 4 ഇൻറ്റു 9 പ്ലസ് 2 ഇൻറ്റു 12. സോ 36 പ്ലസ് 24 എന്ന് വരും. അതായത് 60. ഓക്കെ, 60 ആണ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട്. ഇതിന് ടെട്രാഹെഡ്രലാണ്. ഇതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലായിരിക്കും. സോ ഇതിൻ്റെ സ്ട്രക്ചറോട് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ ഒരു കൊബാൾട്ട്, ഇവിടെ ഒരു കൊബാൾട്ട്, ഇവിടെ ഒരു കൊബാൾട്ട്, ഇവിടെ ഒരു കൊബാൾട്ട്. 1, 2, 3, 4, 5, 6 6 മെറ്റൽ ബോണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ്? 6 മെറ്റൽ ബോണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ബാക്കി കാർബണൈൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് C2V ആണ്. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. C2V ആണ് ആ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്.
യെസ് C2V അല്ല C3V ആണ് പോയിന്റ് ഗ്രൂപ്പ്. എന്താണ് C3V ആണ് പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നിങ്ങൾ ഓർത്ത് ഇരിക്കാനായിട്ട് ഉള്ളത്. സോ അതാണ് കൊബാൾട്ട് 4 CO12ൻ്റെ കേസ്. ഇനി നെക്സ്റ്റ് Fe3 ഉണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. Fe3 CO12 ടൈംസ് എന്നുള്ള ഒരു കോംപ്ലക്സ്, അതിൻ്റെ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്, സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു കോംപ്ലക്സ് കൂടിയാണ്. സോ നെക്സ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് Fe3 CO12 ടൈംസ് എന്നുള്ള കോംപ്ലക്സ് ആണ്. സോ ഇവിടെ നോക്കാം, ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാം. എത്ര വരുന്നത്? 3 × 8 + 2 × 12, അതായത് 24 + 24, അതായത് 48. നിങ്ങൾക്കറിയാം ഈ ഒരു കേസിൽ 3 മെറ്റൽ ബോണ്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെ 6 കൂടെ ചേർന്നിട്ട് 54 ആയിരിക്കും വരുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? 80 ഇലക്ട്രോൺ കൂടെ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് 3 മെറ്റൽ ബോണ്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ് വരുന്നത്, മറന്നു പോകരുത്. ട്രയാങ്കിൾ ഷേപ്പാണ് വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. സോ ഒരു Fe ഇവിടെ ആയിരിക്കും, ഒരു Fe ഇവിടെ ഉണ്ടാവും, ഒരു Fe ഇവിടെ ആയിരിക്കും. സോ ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഇത് ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് 2 CO ബ്രിഡ്ജിങ് ആണുള്ളത്. ഇത് ഒരു CO, അതുപോലെ തന്നെ ഇതൊരു CO ബ്രിഡ്ജിങ്. സോ 2 CO ബ്രിഡ്ജിങ് ഉണ്ടാവും. ബാക്കിയെല്ലാം എന്താണ്? ടെർമിനൽ COs ആയിരിക്കും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 2 12. ഓക്കെ, സോ 3 നമുക്ക് എത്ര ബ്രിഡ്ജിങ് ഉണ്ട്? 2 ബ്രിഡ്ജിങ് COയും ബാക്കി 10 ടെർമിനൽ CO ആണ് നമുക്ക് ഉള്ളത്. 3 ബ്രിഡ്ജിങ് COയും അതുപോലെ തന്നെ 10 ടെർമിനൽ CO ആണ് നമുക്കുള്ളത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ ഇങ്ങോട്ട് എഴുതാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 3 ബ്രിഡ്ജിങ് COയും. സോ ഈ ഒരു കോംപ്ലക്സിൻ്റെ കാര്യമാണ് ഞാൻ ഈ സൈഡിലോട്ട് എഴുതുന്നത്. നമുക്ക് 3 ബ്രിഡ്ജിങ് കാർബണൈലുണ്ട്, അതുപോലെ തന്നെ 3 അല്ല 2 ബ്രിഡ്ജിങ് കാർബണൈലും ബാക്കി 10 ടെർമിനൽ കാർബണൈലുമാണുള്ളത്. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V ആണ്. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? C2V ആണ് ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ്. ഇനി വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്, സ്പെക്ട്രോസ്കോപ്പിക് പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. സോ നമുക്കിവിടെ 3 അയൺ ഉണ്ടെന്നറിയാം. സോ അയണിൻ്റെ എൻവയോൺമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്ബർ സ്പെക്ട്രോസ്കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾ മോസ്ബർ സ്പെക്ട്രോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്ബർ സ്പെക്ട്രയ്ക്കകത്ത് നിങ്ങൾക്ക് രണ്ട് സിഗ്നൽ കിട്ടും. കാരണം 2 ടൈപ്പ് ഓഫ് അയൺ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം ഈ 2 അയൺ ആറ്റം 2 കാർബണിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും സെയിം ആണ്, ഇയാൾ എന്താണ്? വ്യത്യാസമായിട്ടുള്ള ആളാണ്. സോ 2 സിഗ്നൽ നിങ്ങൾക്ക് മോസ്ബർ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് കിട്ടും. സോ ഇതിൻ്റെ C2 ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ C2 ആക്സിസ് ഏതാണ്? ഈ പോകുന്ന ആക്സിസ്, ഇതാണ് ഇതിൻ്റെ C2 ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു C2 ആക്സിസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ IR CO ബാൻഡ്സ് എന്ന് പറയുന്നത് 6 എണ്ണം കിട്ടും. അതുപോലെ C13 NMR എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബണിനെയും കാണാനായിട്ട് പറ്റും. ഇനി ഏതൊക്കെയാണെന്നൂടെ ഞാൻ ജസ്റ്റ് വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. സോ ഞാൻ പറഞ്ഞത് സ്പെക്ട്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞാൻ ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ പറഞ്ഞ C2 ആക്സിസ് ഇതാണെന്ന് പറഞ്ഞു. സോ 1 2 3 4 5 6 ഈ 6ഉം താഴത്തെ 6ഉം എന്താണ്? സിമിലർ ആയിരിക്കും. സോ അതാണ് 6 സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ ഇതാണ് 6 സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ IR സ്പെക്ട്രോസ്കോപ്പിയിൽ CRൻ്റെ സ്ട്രെച്ചിങ് എത്രണ്ണം? 6 ബാൻഡ് ഉണ്ടാവും. C13 നോക്കി കഴിഞ്ഞാൽ 6 സിഗ്നൽ നിങ്ങൾക്ക് കിട്ടും. മോസ്ബർ സ്പെക്ട്രോസ്കോപ്പിയാണ് നോക്കുന്നതെങ്കിൽ 2 സിഗ്നൽ കിട്ടും. കാരണം ഇവിടെ 2 ടൈപ്പ് ഓഫ് അയൺ പ്രസന്റ് ആണ്. 2 അയൺ എന്താണ്? CO2 ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്, ഒരയൺ എന്ത് ചെയ്യുന്നില്ല? ബ്രിഡ്ജിങ്ങിലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ ഈ 2 ടൈപ്പ് ഓഫ് അയണിൻ്റെ സിഗ്നൽ 2 ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഈ പറഞ്ഞ 4 കോംപ്ലക്സിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിനകത്ത് ഏത് ചോദിച്ചാലും എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി എഴുതണം. ഓക്കെ, അതാണ് നമ്മളുടെ ഉദ്ദേശം. സോ അതാണ് 45ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ സീസസ് സോൾട്ട് PtC2H4Cl 3 times minus has shown that ethylene occupies the 4th coordination site of the square planar complex. Identify the correct representation of pi coordination of ethylene ligand with the platinum. ഓക്കെ, നിങ്ങൾക്കറിയാം സീസസ് സോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം PtC2H4Cl3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. സോ ഇതിനകത്തെ PTയും അതുപോലെ തന്നെ നമ്മളുടെ
ഡബിൾ ബോണ്ടുമായിട്ടുള്ള ഈ ഒരു കോൺട്രിബ്യൂട്ട് ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബോണ്ടിങ് ആണെന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ബാക്കി 3 CL ഉണ്ടാവും. ഈ 3 CLന്റെയും ബോണ്ട് ലെങ്ത് എന്താണ്? ഡിഫറൻ്റ് ആണ്. കാരണം ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടാണ് എത്തിലിൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്ലാറ്റിനുമായിട്ട് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 CLന്റെ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ഈ ഒരു കോംപ്ലക്സിനെ നമ്മൾ PT C2 H4 Cl3 മൈനസിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇതിനെ നമ്മൾ സ്യൂഡോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത് തന്നെ. സ്യൂഡോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് എന്താണ്? DsP2 ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് സ്യൂഡോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. കാരണം ഈ എത്തിലിൻ ഈ പെർപെൻഡിക്കുലർ രീതിയിലാണ് ബോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് വ്യത്യാസമാണ് സ്ക്വയർ പ്ലാനാറിൽ നിന്നും. സോ സ്ക്വയർ പ്ലാനാർ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് സ്യൂഡോ സ്ക്വയർ പ്ലാനാർ എന്ന് വിളിക്കുന്നത്. സോ ഏതാ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ നോക്കുക. ഇതെന്തായാലും അല്ല എന്ന് മനസ്സിലായി. സോ ഈ രീതിയിലല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലും അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എത്തിലീനിൽ നിന്ന് അങ്ങോട്ടാണ് ബോണ്ട് പോകുന്നത്. സോ ഇതോ എന്നുള്ളതാണ്. സോ നിങ്ങൾക്കറിയാം ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബോണ്ട്. കറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് C ആണ് ഇതിൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ബോണ്ട് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ പ്ലാറ്റിനത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഹ്യൂഹിയോ അല്ലെങ്കിൽ മിസലർ ആൻഡ് ടാറോ, നിങ്ങൾ ഈ 2 ബുക്കിൽ ഏതെങ്കിലും ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അതിന് ആൻസർ വരുന്നത് C ആണ്. ഇതും നിങ്ങളുടെ സയൻറ്റിഫിക് ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. സോ 2021 എനിക്ക് തോന്നുന്നു. സോ ആ ഒരു ക്വസ്റ്റൻ ആണിത്. സോ ഓർത്തിരിക്കുക, എന്താണ് സീസർ സോൾട്ടിൻ്റെ കാര്യം ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് 46ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 47ാമത്തെ ചോദ്യം, മാച്ച് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാറ്റലിസ്റ്റ്. സോ ഓർഗാനോമെറ്റാലിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്. സോ സാധാരണയായിട്ട് കറ്റാലിസിസ് പാർട്ട്, ഓർഗാനോമെറ്റാലിക്സിൻ്റെ കറ്റാലിസിസ് പാർട്ടിൽ നിന്നും കാറ്റലിസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മാച്ച് ദ ഫോളോയിങ് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ആ ഒരു ഹോമോ കറ്റാലിസിസും ഹെട്രോ കറ്റാലിസും നിങ്ങൾ ഓർഗാനോമെറ്റാലിക്സിനകത്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഹോമോ കറ്റാലിസിന് ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കണം. കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ എന്താണ് ആ ഒരു കാറ്റലിസ്റ്റ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊരു കോളമായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്, ഓക്സോ പ്രോസസ്സുള്ള കാറ്റലിസ്റ്റ് ഏതാണ്? അതുപോലെ മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റ്, വാക്കർ പ്രോസസ്, 4 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഏതാണ്? ഇതിനകത്ത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ P ആണ്. അതായത് 1 മാച്ച് ചെയ്യുന്ന ഏതുമായിട്ടാണ്? P ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഈ ഓപ്ഷൻ ഇല്ല, ഈ ഓപ്ഷൻ ഇല്ല. അത് രണ്ടും ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെ പോയിട്ട് 2 ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? 1P ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? RHCl PPH3 3 ടൈംസ്. ഓക്കെ, ഇതാണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? 9 + 1 + 6, അതായത് ബൈഡന്റ് ലിഗാൻഡ് ആണ്. 3 എണ്ണം ഉണ്ട്. സോ 2 × 3 എന്ന് പറയുമ്പോൾ 6. സോ ഇതെന്താണ്? ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. അതാണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. എന്താണ്? ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. ഓക്സിഡേറ്റീവ് അഡീഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്ലക്സ് ആണ്. സോ 1P എന്ന് മനസ്സിലായി. ഇനി ഓക്സോ പ്രോസസ്സിലുള്ള കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇതിനകത്ത് ഓക്സോ പ്രോസസ്സിലുള്ള കാറ്റലിസ്റ്റ് ഏതാണ്? കോബാൾട്ട് 2 CO8 ആണ്. സോ 1P ആണെന്ന് മനസ്സിലായി. 2 എന്ന് പറയുന്നത് ഏതാണ്? O ആണ് വരുന്നത്. സോ 2O വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇത് എലിമിനേറ്റ് ചെയ്തു. ആൻസർ എന്ന് പറയുന്നത് D ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റ് ആണ്. മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് RHCO2 ടൈംസ് I2 മൈനസ്, ഇതാണ് മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റ്. സോ 3 എന്ന് പറയുന്നത് ഏതാണ്? 3 എന്ന് പറയുന്നത് M ആയിരിക്കും. 3 എന്ന് പറയുന്നത് M ആയിരിക്കും. വാക്കർ പ്രോസസ് എന്ന് പറയുന്നത് PdCl4 ആയിരിക്കും. സോ 4 എന്ന് പറയുന്നത് N ആയിരിക്കും. PONMN. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഇനി നോക്കിയേ, മോൺസാൻറ്റോ അസറ്റിക് ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ ആ ഒരു കൗണ്ടൂടെ നമുക്ക് നോക്കാം. RH കോൺട്രിബ്യൂഷൻ 9 ആയിരിക്കും. 2 CO ഉണ്ട്. 1 CO 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ 2 × 2 4. I2വിനകത്ത് 2, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിൻ്റെ 1. സോ 9 ഉം 4 ഉം 13 ഉം 2 ഉം 15 ഉം 1 ഉം 16. സോ ഇതും എന്താണ്? ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അത് ഓർത്തിരിക്കുക.
60 ലെറ്റർ കോംപ്ലക്സുകളൊക്കെ നമ്മൾ ഓക്സിഡേറ്റീവ് അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്ന കോംപ്ലക്സുകളാണ്, റിയാക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അതാണ് കാറ്റലിസ്റ്റിൻ്റെ കേസ്. സോ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചു, ഓക്സോ കാറ്റലിസ്റ്റ്, മോൺസാൻറ്റോ കാറ്റലിസ്റ്റ്, വാക്കർ പ്രോസസ്. ഇനിയും വേറെ കുറേ അധികം ബാസ്ക കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ ചില കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, ഓർഗാനോമെറ്റാലിക്സിൻ്റെ നോട്ട് എടുക്കണം. നോട്ട് എടുത്തിട്ട് ഹോമോ കാറ്റാലിസിൻ്റെ കേസ്, ഹെമോജീനിയസ് കാറ്റാലിസിൻ്റെ കേസിലുള്ള കാറ്റലിസ്റ്റുകളെല്ലാം തന്നെ ഈ രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അന്ന് അറേഞ്ച് ചെയ്തൊരു ടേബിളാക്കി. ഒത്തിരി ഒന്നുമില്ല, ഒരു 10 താഴെ എണ്ണം മാത്രമേ കാണുള്ളൂ. സോ ഏതൊക്കെയാണ് കാറ്റലിസ്റ്റ് എന്നുള്ള രീതി എന്ത് ചെയ്യാം, നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ അതാണ് 47ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 48ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Which characterization technique would be useful to confirm the hydrate functionality in H2FeCO 4 times? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. സോ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓർഗാനോമെറ്റാലിക്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ നമ്മൾ എന്താ ചോദ്യം എന്താണ്, നമ്മളുടെ ഈ ഒരു കോംപ്ലക്സ് നോക്കുക. ഇവിടെ നമുക്ക് H2FeCO 4 ടൈംസ് എന്നുള്ളതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എന്തുണ്ട്, FeH എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ട് ഉണ്ട്. സോ ഈ ഒരു ബോണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി ഏതാണെന്ന ചോദ്യം. നോക്കിയേ, വിച്ച് ക്യാരക്ടറൈസേഷൻ ടെക്നിക് വുഡ് ബി യൂസ്ഫുൾ ടു കൺഫേം ദ ഹൈഡ്രൈഡ് ഫംഗ്ഷനാലിറ്റി. എന്താണ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റലും മെറ്റലും ഹൈഡ്രജനും തമ്മിലുള്ള ആ ഈ ഒരു ബോണ്ടാണ്. സോ ബേസിക്കലി ഇത് H- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. ഹൈഡ്രൈഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു മെറ്റൽ ഹൈഡ്രൈഡ് ബോണ്ടിനെ ബെസ്റ്റ് ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്, നമ്മളുടെ H1 NMR സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാസ് അല്ല. സോ മാസ് അല്ലാത്തതിൻ്റെ കാരണം എന്താണ്, മാസിനകത്ത് അയണൈസേഷൻ സംഭവിക്കും. അതുകൊണ്ട് ഹൈഡ്രജനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇൻഫ്രാറെഡിനകത്ത് നമുക്ക് ഹൈഡ്രജൻ്റെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും ഒക്കെ നോക്കാം. പക്ഷേ അത് വീക്കാണ്, നമുക്ക് അതിനകത്ത് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മോസ്ഫെർ സ്പെക്ട്രോസ്കോപ്പി എന്തായാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. സോ H1 NMR സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇനി H1 NMR സ്പെക്ട്രോസ്കോപ്പി ഇതിൻ്റെ പ്രത്യേകത എന്താണ്, H1 NMR സ്പെക്ട്രോസ്കോപ്പി അതിൻ്റെ പ്രത്യേകത മെറ്റൽ ഹൈഡ്രൈഡ് ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എങ്ങനെയായിരിക്കും, അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എത്രയാണ്, -5 ppm -5 to എത്രയാണ്, -20 ആണ് അതിൻ്റെ വാല്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മെറ്റൽ ഹൈഡ്രൈഡ് ബോണ്ട് പഠിക്കുന്ന സമയത്ത്, അതിൻ്റെ റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ അത് പഠിക്കും. അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കും. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു ഈ കോംപ്ലക്സിനെ നോക്കിയേ, ഇത് 80 ഇലക്ട്രോണുള്ള ഒബേ ചെയ്യുമെന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ ആയി. എങ്കിലും ഞാൻ ഈ കോംപ്ലക്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. സോ ഹൈഡ്രജൻ്റെ കോൺട്രിബ്യൂഷൻ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 2 പ്ലസ് Fe-യുടെ കോൺട്രിബ്യൂഷൻ 8 പ്ലസ് CO എത്ര എണ്ണം ഉണ്ട്, 2 × 4. സോ 8 × 2 10, 10 × 8 18. ഇതെന്താണ്, ഒരു 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. സോ ഇവിടുത്തെ മെറ്റൽ ഹൈഡ്രൈഡ് ബോണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് H1 NMR ഉപയോഗിച്ചിട്ടാണ്. കാരണം അതിനകത്ത് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, -5 ppm to -20 ppm കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ആയിട്ട്, അതായത് ആ ഒരു പീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ NMR-നകത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രശ്നം എന്താണ്, നമ്മൾ ഹൈഡ്രൈഡ് ലിഗാൻസിനെ സാധാരണയായിട്ട് നമ്മൾ കൺഫേം ചെയ്യാൻ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ പ്രശ്നം ഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അയണൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് ലോസ്റ്റ് ആയിട്ട് പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ മാസ് സ്പെക്ട്രോമെട്രി ഉപയോഗിക്കാത്തത്. ഇനി ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രശ്നം എന്താണ്, ഇൻഫ്രാറെഡിന് എന്ത് ചെയ്യാൻ പറ്റും, MH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണ്, ഇവർ വീക്കാണ്. ഓക്കെ, വീക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ റേഞ്ച് നോക്കി കഴിഞ്ഞാൽ 1900 തൊട്ട് 2200 വരെയാണ് വരുന്നത്. സോ അത് എന്ത് ചെയ്യാൻ പറ്റും, CO ആയിട്ടുള്ള ഓവർലാപ്പിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്, CO സ്ട്രെച്ചുമായിട്ടുള്ള ഓവർലാപ്പിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഡിഫിക്കൽട്ടാണ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇനി മോസ്ഫെർ സ്പെക്ട്രോസ്കോപ്പി അയൺ കോംപ്ലക്സുകളുടെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കാൻ നമുക്കറിയാം. എസ്പെഷ്യലി ഗെറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് ആൻഡ് ഐസോമർ ഷിഫ്റ്റ്, ക്വാർട്ടർ ബോൾ സ്പ്ലിറ്റിംഗ് ആണ്. ഹൈഡ്രൈഡിന് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല മോസ്ഫെർ സ്പെക്ട്രോസ്കോപ്പിക്ക്. സോ അതാണ് ഓപ്ഷൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ C13 H1 NMR ആണെന്ന് നമ്മൾ പറഞ്ഞു, ബെസ്റ്റ് ചോയ്സ് ഇതാണെന്ന് പറഞ്ഞു. സോ ഇനി എന്താണ് ഇവിടെ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ ഹൈഡ്രൈഡ് ലിഗാൻഡ്സ് ഷോ അപ്പ് H1 NMR വിത്ത് ഹൈ ഫീൽഡ് സിഗ്നൽസ് ഓഫൺ ഇൻ ദ റേഞ്ച് ഓഫ്, ഞാൻ പറഞ്ഞു -5 to എത്രയാണ്, 20 ppm റേഞ്ചിലാണ്. ആ ഷീൽഡിംഗ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. വെരി ഡയഗ്നോസ്റ്റിക് ഫോർ MH bonds. Often appears as a doublet or multiplet due to the coupling with the other nuclei. So it's the best method for confirming hydride presence. So hydride presence confirm ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ NMR തന്നെയാണ്. കെമിക്കൽ ഷിഫ്റ്റ് നമുക്ക് -5 to -20 കിട്ടും. ഹൈ ഷീൽഡിംഗ് എഫക്റ്റ് മൂലമാണ് ആ ഒരു നെഗറ്റീവിലേക്ക് അത് പോകുന്നത്. സോ അതാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ന്യൂക്ലിയർ കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. Identify the second nucleate formed in the fission reaction. So ന്യൂക്ലിയർ കെമിസ്ട്രിന്ന് സാധാരണ നമ്മളുടെ PSC എക്സാം, സയൻറ്റിഫിക് ഓഫീസർ എക്സാം പ്രത്യേകിച്ച്
ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മാജിക് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ന്യൂക്ലിയർ കെമിസ്ട്രി. നിങ്ങൾ വിട്ടുകളയരുത്. കുറേ അധികം കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. സ്റ്റിൽ എന്താണ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുക. സോ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരുപാട് കൺസെപ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. എന്താ ചോദ്യം? ഇവിടുത്തെ സെക്കൻഡ് ന്യൂക്ലിയൈഡ് ഫോം ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ബേസിക്കലി ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ ഈ റിയാക്ഷൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 235 U92 പ്ലസ് ന്യൂട്രോൺ എന്ത് സംഭവിക്കുന്നു? 103 MO 42 പ്ലസ് 2 ന്യൂട്രോൺ. ഇതാണ് നമ്മൾ. അപ്പം ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ന്യൂക്ലിയൈഡ് ഫോംഡ് ഏതാണെന്നാണ് ചോദ്യം. സോ സെക്കൻഡ് ന്യൂക്ലിയർ അപ്പം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മാസ് ബാലൻസ് ചെയ്യുക. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണ്. സോ ലെഫ്റ്റ് സൈഡിലുള്ള മാസ് നമ്പറാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസ് നമ്പറാണ് ഞാൻ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. സോ 235 ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 236 ഇവിടുത്തെ ടോട്ടൽ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇസഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഇസഡ് എന്ന് പറയുന്നത് 236. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് സൈഡിൽ ടോട്ടൽ ഇസഡ് എത്ര വരുന്നെന്ന് നോക്കിയേ? 103. രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, 2 ന്യൂട്രോൺ ഉണ്ട്. സോ എന്താണ്? 103 പ്ലസ് 2 എന്ന് വരും. സോ 2 × 1 ആണ്. സോ 2 എന്ന് വരും. സോ 105 ആണ് വരുന്നത്. എത്രയാണ്? 105 വരുന്നത്. സോ എനിക്കിവിടെ കാണാതായ അല്ലെങ്കിൽ ഇനി ഒരു സെക്കൻഡ് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്. ഞാൻ ഇതിനെ എക്സ് എന്നാണ് വിളിക്കുന്നത് വിചാരിക്കുക. സോ ഇതിനൊരു എന്തുണ്ട്? ഇവിടെ ഒരു അറ്റോമിക് നമ്പർ, ഇവിടെ ഒരു അറ്റോമിക് നമ്പറും ഉണ്ട്, ഇവിടെ ഒരു മാസ് നമ്പറും ഉണ്ട്, ഇവിടെ ഒരു അറ്റോമിക് നമ്പറും ഉണ്ട്. സോ അതാണ് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ 236 മാസ്, റൈറ്റ് സൈഡിൽ 105 മാസ് വരുന്നത്. സോ എനിക്ക് കുറച്ച് മാസ് നഷ്ടപ്പെട്ടു. സോ ആ ഒരു ഡിഫറൻസ് ഞാൻ എടുക്കുന്ന സമയത്ത് 236 മൈനസ് 105 ചെയ്യുക. സോ എത്ര വരും? 1 3 1 131 വരും. അതായത് മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇവിടുത്തെ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും നോക്കുക. ഞാൻ ആ എ ഇവിടുന്ന് മായ്ക്കുവാണ്. എ മായ്ച്ചിട്ട് ഞാൻ എ കണ്ടുപിടിച്ചു. എത്ര? എ 131. അത് ബാലൻസർ ആകണമല്ലോ. ബാലൻസർ ആണെങ്കിൽ 131 എന്ത് ചെയ്യണം? ഈ സൈഡിൽ വരണം. ഓക്കെ, ഈ സൈഡിൽ എന്ത് വരുന്നുണ്ട്? ഒരു എക്സ് കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ആ എക്സിന്റെ മാസം എന്ന് പറയുന്നത് എത്ര കിട്ടി? 131. കാരണം 131 കൂട്ടിയേ മാത്രമേ എനിക്ക് എത്ര കിട്ടത്തുള്ളൂ? 236. എന്നാലേ രണ്ട് സൈഡും എന്ത് ചെയ്യത്തുള്ളൂ? ബാലൻസ്ഡ് ആകത്തുള്ളൂ. സോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ 131. ഇനി അറ്റോമിക് നമ്പർ ഞാൻ നോക്കട്ടെ. സോ ഞാൻ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ എന്ത് ചെയ്യുന്നു? ഇവിടെ മാസ് നമ്പറിന് എ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇച്ചിടെന്നാണ് ഞാൻ കൊടുത്തത്, എ എന്നാണ് കൊടുക്കേണ്ടത്. ടോട്ടൽ മാസ് നമ്പർ ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ടോട്ടൽ അറ്റോമിക് നമ്പർ ആണ് നോക്കുന്നത്. അറ്റോമിക് നമ്പർ നോക്കുന്ന സമയത്ത് 92, ഇവിടെ 0 ആണ്. സോ ടോട്ടൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 92 ആണ് വരുന്നത്. സോ അപ്പുറം എത്ര വരണം? 92 വേണം എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് വരാനായിട്ട്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ ഇസഡ് നോക്കുന്നു. സോ ടോട്ടൽ ഇസഡ് അല്ല, ടോട്ടൽ ഇസഡ് ആണ്. ഞാൻ ഇവിടെ ഇസഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എ ആണ് കേട്ടോ, എ ആണ്. മാസ് നമ്പറിനെ നമ്മൾ എ എന്ന്, ആറ്റോമിക് നമ്പറിനെ ഇസഡ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ ഇസഡ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു 42 ഉണ്ട്, പിന്നെ വേറൊന്നുമില്ല. സോ 42 ഇവിടെ ഉള്ളത്. സോ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കൊരു അറിയാത്ത സാധനമുണ്ട്. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 92 നിന്ന് എന്ത് ചെയ്താൽ മതി? 42 കുറച്ചാൽ മതി. എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. അതായത് നമുക്കറിയാത്ത ഈ ഒരു ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 50 ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? 50 ആയിരിക്കും. നമ്മൾ കാണാതെ പോയ സെക്കൻഡ് ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത് 131 50 ആയിരിക്കും. നിങ്ങൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എല്ലാം 131 50 തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇസഡ് 50 വരുന്നത് ഏതിനാണ്? ടിന്നിനാണ് വരുന്നത്. സോ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഏതാണ്? എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഈ കേസിൽ ഇങ്ങനത്തെ സെക്കൻഡ് ന്യൂക്ലിയോട്ടൈഡ് ഫോർമേഷൻ്റെ റിയാക്ഷൻ്റെ കേസിൽ ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും നോക്കുക.
എന്നിട്ട് ഇവിടുത്തെ ടോട്ടൽ മാസ് നമ്പർ നിങ്ങൾ കൂട്ടി നോക്കുക, ഇവിടുത്തെ ടോട്ടൽ മാസ് നമ്പർ കൂട്ടി നോക്കുക. ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ബാലൻസ് ആക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്തിട്ട് ആ ഒരു മാസ് നമ്പർ ഇവിടെ എഴുതുക. ഇനി ഇതുപോലെ തന്നെ ടോട്ടൽ എന്ത് ചെയ്യുക, അറ്റോമിക് നമ്പറും കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മൈനസ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ന്യൂക്ലിയൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കേസിൽ ആൻസർ 13150 SN എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എ ആണ് അതിൻ്റെ ആൻസർ. 49ൻ്റെ ആൻസർ എ ആയിരിക്കും. നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. സോ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, റിയാക്ഷൻ ആണ്. സോ അതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഡൈബൊറൈൻ ആണ്, ഡൈബൊറൈൻ്റെ റിയാക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡൈബൊറൈൻ്റെ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, റിയാക്ഷന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട്. സോ ഡൈബൊറൈൻ്റെ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബോറോൺ ഫാമിലി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. സോ ഡൈബൊറൈൻ്റെ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. സോ നോക്കുക, റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസ്. സോ ലൂയിസ് ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പൊതുവെ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഓരോന്ന് ഞാൻ എഴുതാം. ഫസ്റ്റ് ക്ലീവേജ് റിയാക്ഷൻസ് ആണ് ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ഓഫ് പ്രോട്ടോൺ ഓർ അതിനെ നമ്മൾ ഡീപ്രോട്ടോണേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ നടന്നിട്ട് അഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ. സോ ബേസിക്കലി ലൂയിസ് ബേസ് എന്താ ഈ പറഞ്ഞ ഡൈബൊറൈൻ പോലത്തെ സിസ്റ്റമായിട്ട് ബൊറൈൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്? 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കാണിക്കാറുണ്ട്. ക്ലീവേജ് റിയാക്ഷൻസ് കാണിക്കാറുണ്ട്, ഡീപ്രോട്ടോണേഷൻ റിയാക്ഷൻസ് കാണിക്കാറുണ്ട്, അഡീഷൻ റിയാക്ഷൻസും കാണിക്കാറുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലീവേജ് റിയാക്ഷൻസ് ആണ്. സോ ക്ലീവേജ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. സോ ക്ലീവേജ് റിയാക്ഷൻസ് എന്താണ്? 2 ടൈപ്പാണ്. ഒന്നിനെ നമ്മൾ സിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷൻ എന്ന് വിളിക്കും. രണ്ടിനെ നമ്മൾ അൺസിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ അൺസിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷനും സിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷനും. സോ ഈ സിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ സിമെട്രിക്കൽ ക്ലീവേജ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. BH ഇതാണ് നമ്മളുടെ ഡൈബൊറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം. സോ സിമെട്രിക്കൽ ക്ലീവേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകമിങ് ലിഗാൻഡ്, ഞാൻ അതിനെ എന്താ പേര് കൊടുക്കുന്നത്, L എന്ന് പേര് കൊടുക്കാം. സോ 2 ലിഗാൻഡ് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിലേക്ക് കാണിക്കുന്നു. സിമെട്രിക്കൽ എന്താ ക്ലീവേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകമിങ് ആയിട്ട് വരുന്ന 2 ലിഗാൻഡ്സിനകത്ത് ഒരു ലിഗാൻഡ് ഈ ബിയിൽ അറ്റാക്ക് ചെയ്യും, മറ്റേ ലിഗാൻഡ് ഈ ബിയിൽ അറ്റാക്ക് ചെയ്യും. അതായത് 2 ഡിഫറൻറ്റ് ബിയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമെട്രിക്കൽ ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2BH3. നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? B2H6 ആയിരുന്നു ഉണ്ടായിരുന്നത്. സിമെട്രിക്കൽ ക്ലീവേജ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2BH3. പിന്നെ ഏതാണോ നമ്മുടെ ലിഗാൻഡ്, ആഡ് ചെയ്യുന്ന ലിഗാൻഡ് ഏതാണോ അതാണ് L എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ന്യൂട്രൽ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് സിമെട്രിക്കൽ ക്ലീവേജിനകത്ത് കിട്ടുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളുടെ ഡൈബൊറൈൻ്റെ റിയാക്ഷൻ ആണ്. ലൂയിസ് ബേസുമായിട്ട് ക്ലീവേജ് റിയാക്ഷൻ, ഡീപ്രോട്ടനേഷൻ റിയാക്ഷൻ ആൻഡ് അഡീഷൻ റിയാക്ഷൻസ് ആണ് തരുന്നത്. ക്ലീവേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലീവേജ് റിയാക്ഷനകത്ത് 2 ടൈപ്പ് ക്ലീവേജ് ഉണ്ട്. സിമെട്രിക്കൽ ക്ലീവേജും ഉണ്ട്, അൺസിമെട്രിക്കൽ ക്ലീവേജും ഉണ്ട്. സോ സിമെട്രിക്കൽ ക്ലീവേജിനകത്ത് നമ്മുടെ ഡൈബൊറൈനകത്തെ 2 ബി ഉണ്ട്. ആ 2 ബിയിലേക്ക് 2 ലിഗാൻഡ്സ് എന്ത് ചെയ്യുന്നു? ഡിഫറൻ്റ് ആയിട്ട് ഒരു ലിഗാൻഡ് ഈ ബിയിൽ അറ്റാക്ക് ചെയ്യുന്നു, ഒരു ലിഗാൻഡ് ഈ ബിയിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ 2 ബിയിലും ഡിഫറൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സിമെട്രിക്കൽ ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ അറ്റാക്ക് നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2BH3. പിന്നെ ഏതാണോ ആ ലിഗാൻഡ് അതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? അത് ന്യൂട്രൽ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി അൺസിമെട്രിക്കൽ ക്ലീവേജ് എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. സോ അൺസിമെട്രിക്കൽ ക്ലീവേജിൻ്റെ കേസിൽ നമുക്ക് ആരുണ്ട്? നമുക്ക് ഡൈബൊറൈൻ ഉണ്ട്. സോ ഈ ഒരു ഡൈബൊറൈനിലേക്ക് എന്ത് സംഭവിക്കും? അൺസിമെട്രിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ലിഗാൻഡ് ആഡ് ചെയ്യുന്നത്. സോ ഞാൻ 2 ലിഗാൻഡിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് എവിടെ എഴുതും? ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എഴുതാം. നോക്കിയേ,
രണ്ട് ലിഗാൻഡിനെ ആഡ് ചെയ്യുന്നു. സോ ഇത് അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ്. രണ്ട് ലിഗാൻഡിനെ ആഡ് ചെയ്യുന്നു. സോ ഈ രണ്ട് ലിഗാൻഡും ഒരേ ബിയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമെട്രിക്കൽ ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ട് ഫോമിലായിരിക്കും ഉണ്ടാവുക. സോൾട്ട് ഫോർമേഷൻ ആണ് ഈ ഒരു റിയാക്ഷനിൽ അൺസിമെട്രിക്കൽ ക്ലീവേജിൽ നടക്കുന്നത്. ഇവിടെ എന്താണ്? അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ് നടക്കുന്നത്. അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ് ഇവിടെ നടക്കുന്നത്. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് BH4 മൈനസ് എന്നും അതുപോലെ തന്നെ BH2L2 പോസിറ്റീവ് എന്നുമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഒരു സോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ കിട്ടിയോ? അതായത് നിങ്ങൾ ഇവിടെ രണ്ട് ലിഗാൻഡ് ആഡ് ചെയ്യുന്നു. രണ്ട് ലിഗാൻഡും ഒരു ബിയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ അൺസിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും നടക്കുന്നത്. സോ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോൾട്ട് ആയിരിക്കും. BH4ഉം BH2 പിന്നെ എന്താണ്? നിങ്ങൾ ഏതാണോ ലിഗാൻഡ് ആഡ് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ജനറലൈസ് ചെയ്ത് ഇതിന്റെ പ്രൊഡക്റ്റ് പഠിച്ചാൽ മതി. പിന്നെ ലിഗാൻഡ് ഏതാണെന്നുള്ളതിനകത്ത് എല്ലിന്റെ അവിടെ ലിഗാൻഡ് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് സിമെട്രിക്കലിന്റെ കേസാണ്. സിമെട്രിക്കലിന്റെ കേസിൽ ന്യൂട്രൽ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. എന്താ പ്രൊഡക്റ്റ്? 2BH3L എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിനെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. സോ നമ്മുടെ റിയാക്ഷൻസ് നമ്മൾ ക്ലീവേജ് റിയാക്ഷൻസ് തന്നെയാണ് പറഞ്ഞത്. അൺസിമെട്രിക്കൽ ക്ലീവേജും ഉണ്ട്, സിമെട്രിക്കൽ ക്ലീവേജും ഉണ്ട്. സോ ഈ ഒരു ഇൻകമിങ് എല്ല് സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ എന്ന് തരുന്നത് ആ ഒരു ലിഗാൻഡിന്റെ സ്വഭാവം അനുസരിച്ചാണ്. സോ ലൂയിസ് ബേസിന്റെ ഈ ലിഗാൻഡിനെ നമ്മൾ വീണ്ടും ലൂയിസ് ബേസിനെ നമ്മൾ സോഫ്റ്റ് എന്നും ഹാർഡ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബേസിസിലാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ കിട്ടാനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത് സിമെട്രിക്കൽ ക്ലീവേജും അൺസിമെട്രിക്കൽ ക്ലീവേജും ആണ്. അതിനകത്ത് സിമെട്രിക്കൽ ക്ലീവേജ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സോൾട്ട് ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, നോക്കിയേ, ഞാൻ എന്താ പറഞ്ഞത്? സിമെട്രിക്കൽ ക്ലീവേജ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് 2BH3L ആയിരിക്കും. ന്യൂട്രൽ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? BH4 മൈനസ് എന്നൊരു സാധനവും കാണും. അതുപോലെ BH2L2 പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. സോ എപ്പോഴാണ് സിമെട്രിക്കൽ ക്ലീവേജ് തരുന്നത്, എപ്പോഴാണ് അൺസിമെട്രിക്കൽ ക്ലീവേജ് തരുന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലൂയിസ് ബേസിസിനെ ഞാൻ പറഞ്ഞു രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോഫ്റ്റ് എന്നും ഹാർഡ് എന്നും പറഞ്ഞാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. സോ ലൂയിസ് ബേസിൻ്റെ ആണല്ലോ റിയാക്ഷൻ. സോ ലൂയിസ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ് ലൂയിസ് ബേസും ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ലൂയിസ് ബേസും ഉണ്ട്. സോഫ്റ്റ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബൾക്കിയർ ആയിട്ടുള്ള ബേസുകളെയാണ് നമ്മൾ സോഫ്റ്റ് ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് NET3, അതുപോലെ തന്നെ NMe3, PPH3, അതുപോലെ തന്നെ CO, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹാർഡ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ അത് സ്മോളർ സൈസ് കുറഞ്ഞ ബേസുകളെയാണ് നമ്മൾ സ്മോളർ ലൂയിസ് ബേസിനാണ് ഹാർഡ് ബേസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ OH മൈനസ്, NH3, അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നോക്കുക, നമ്മളുടെ ബേസ് സോഫ്റ്റ് ആണെങ്കിൽ, നമ്മളുടെ ബേസ് ബൾക്കിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ആണെങ്കിൽ അവിടെ നമുക്ക് ഏത് ക്ലീവേജ് ആയിരിക്കും? സിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ബേസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, ബൾക്കിയർ ആയിട്ടുള്ള ബേസ് ആണെങ്കിൽ സിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും കിട്ടുന്നത്. അല്ല, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ക്ലീവേജ് ആയിരിക്കും? അൺസിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കുറേ അധികം പോയിന്റ് ഞാൻ പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിയാക്ഷൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. നോക്കുക, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡൈബറൈൻ ഉണ്ട്, NH3 ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു ലൂയിസ് ബേസ് ആണ്. ഏത് ടൈപ്പ് ലൂയിസ് ബേസ് ആണ്? അതൊരു ഹാർഡ് ലൂയിസ് ബേസ് ആണ്. NH3 എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് ലൂയിസ് ബേസ് ആണ്. അതാണ് നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത്. എന്താണ്? NH3, OH മൈനസ് ഒക്കെ എന്താണ്? ഹാർഡ് ലൂയിസ് ബേസ് ആണ്. ഹാർഡ് ലൂയിസ് ബേസ് ആണെങ്കിൽ അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ് തരുന്നത്. എന്താണ് അൺസിമെട്രിക്കൽ ക്ലീവേജ്? സോൾട്ട് ഫോർമേഷൻ ആണ് തരുന്നത്. എന്താണ്? സോൾട്ട് ഫോർമേഷൻ ആണ് തരുന്നത്. എന്താ പ്രൊഡക്റ്റ് എന്തായിരിക്കും? BH4 മൈനസും BH2, പിന്നെ തരുന്ന ലിഗാൻഡ് ഏതാണോ ആ L2ൻ്റെ അവിടെ ലിഗാൻഡ് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തായിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്? നോക്കുക, NH3 ആണ് നമ്മുടെ L2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ L എന്ന് പറഞ്ഞിട്ടുള്ള ലിഗാൻഡ് ഏതാണ്? NH3 ആണ്. NH3 ഏതാണ്? സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, ഹാർഡ് ആയിട്ടുള്ള ലൂയിസ് ബേസ് ആണ്. സോ എന്തായിരിക്കും നമ്മളുടെ X എന്ന് പറയുന്നത്? നമ്മളുടെ X എന്ന് പറയുന്നത്
NH3 ആണ്. സോ പ്രൊഡക്റ്റ് എന്തായിരിക്കും? സോൾട്ട് ഫോർമേഷൻ ആണ്. സോ BH4 മൈനസ് ആൻഡ് BH2 NH3, എല്ലിന് പകരം NH3 2 ടൈംസ് പോസിറ്റീവ്. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ NH3 എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള ലൂസ് ബേസ് ആണ്. അതുകൊണ്ട് അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ്. അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണെങ്കിൽ സോൾട്ട് ഫോർമേഷൻ ആണ്. ഇതായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ്. നോക്കുക, നിങ്ങളുടെ ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? X എന്ന് പറയുന്നത് BH2 NH3 2 ടൈംസ് BH4. അതായത് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങനത്തെ 2 ഓപ്ഷൻസ് ഉണ്ട്. ബാക്കി 2 ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആരാ ഉള്ളത്? ഇപ്പുറത്തെ സൈഡിൽ NET3 ആണുള്ളത്. NET3യുടെ പ്രത്യേകത എന്താ? NET3 എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ബേസ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ബേസ് ആണെങ്കിൽ എന്താ അതിന്റെ പ്രശ്നം? അത് സിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും തരുന്നത്. ഇനി സിമെട്രിക്കൽ ക്ലീവേജ് ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 2BH3L. ഏതാണോ L? നിങ്ങളുടെ ഇൻകമിംഗ് ലിഗാൻഡ് ആണ്. അതായത് ഒരു ന്യൂട്രൽ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ ഒരു കേസിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ ഒരു കേസിൽ നിങ്ങൾ സിമെട്രിക്കൽ ആയിട്ടുള്ള ക്ലീവേജ് ആണ് നടക്കുന്നത്. സോ ഇവിടെയും ഇവിടെ അപ്പുറത്ത് 2 ബിയിലും അറ്റാക്ക് ചെയ്യുന്നു. പ്രൊഡക്റ്റ് എന്തായിരിക്കും വരുന്നത്? പ്രൊഡക്റ്റ് 2BH3 വരെ ഞാൻ എഴുതി. ഇനി ലിഗാൻഡ് ഏതാ? NET3 ആണ്. സോ NET3 എന്നുള്ളതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. അതായത് ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഇനി ഇത് വരുന്ന പ്രൊഡക്റ്റ് ഏതാ ഉള്ളത്? സോ ഓൾറെഡി 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇവിടെ 2 ഓപ്ഷൻ സെയിം ആയിട്ടാണ് വരുന്നത്. സോ C നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് Y എന്ന് പറയുന്നത്, ഇതാണ് X എന്ന് പറയുന്നത്. സോ ആൻസർ എന്തായിരിക്കും വരിക? A ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കാണണം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈബറൈൻ്റെ റിയാക്ഷൻ ആണ്. ഡൈബറൈൻ്റെ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ചോദിക്കാം. സിമെട്രിക്കൽ ക്ലീവേജ് എങ്ങനെയാണ്? അൺസിമെട്രിക് ക്ലീവേജ് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. സിമെട്രിക്കൽ ക്ലീവേജിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഇവിടെ L ഏതാണോ ലിഗാൻഡ്, ആ ലിഗാൻഡ് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. അൺസിമെട്രിക്കൽ ആണ്. ഏതാണോ L, ആ L അവിടെ എഴുതി കൊടുത്താൽ മതി. ഇത് എങ്ങനെ മനസ്സിലാക്കാം? ബേസ് ഏതാണെന്ന് നോക്കണം. സോഫ്റ്റ് ലൂയിസ് ബേസ് ആണെങ്കിൽ എന്താ? സിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും. ഹാർഡ് ലൂയിസ് ബേസ് ആണെങ്കിൽ എന്താണ്? അൺസിമെട്രിക്കൽ ക്ലീവേജ് ആയിരിക്കും നടക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് A ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വിട്ട് കളയരുത്. വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ അതിനൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കണം. അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതാണ് 50ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 51ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റൻ ആണ്. സോ ബയോ ഇനോർഗാനിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക്കിൽ ഒരു പോർഷൻ ആണ്. അവിടെ നമുക്ക് മെറ്റലോ എൻസൈംസ് ഉണ്ട്, അതുപോലെ സൾഫർ, അയൺ സൾഫർ പ്രോട്ടീൻസ് ഉണ്ട്, ദെൻ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ഒക്കെ ഉണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതിനെ ഒരു ഷോർട്ട് ഫോമിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. സോ വിറ്റാമിൻ B12 ഏതാണ് അതിനകത്തുള്ള മെറ്റൽ എന്നുള്ളതാണ് ചോദ്യം. സോ വിറ്റാമിൻ B12 മെറ്റൽ ഏതാണ്? നമുക്കറിയാം കൊബാൾട്ട് ആണ് അതിനകത്തുള്ള മെറ്റൽ എന്ന് പറയുന്നത്. സോ 1 ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഓയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. 1 ഓയുമായിട്ട് മാച്ച് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഇത് P ആയിട്ടാണ്. ഇതല്ല, ഇതല്ല, ഇത് രണ്ടും ഞാൻ എലിമിനേറ്റ് ചെയ്തു. പോയിട്ട് ഇതുമല്ല, പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? D ആയിരിക്കും ആൻസർ. സോ വിറ്റാമിൻ B12 അതിനകത്തുള്ള മെറ്റൽ എന്ന് പറയുന്നത് കൊബാൾട്ട് ആയിരിക്കും. കാർബോണിക് ഹൈഡ്രേറ്റ്സിനകത്തുള്ള ഏതാണ്? സിങ്ക് ആയിരിക്കും. സോ 2 എന്ന് പറയുന്നത് ഏതാണ്? സിങ്ക് N ആണ് വരുന്നത്. സോ എന്താണ്? 2N ആണ് വരുന്നത്. ഇനി കാറ്റഗോൾ ഓക്സിഡേസ് ഏതാണ്? 3 എന്ന് പറയുന്നത് P ആയിരിക്കും. ബാക്കി നിങ്ങൾ നോക്കേണ്ട കാര്യം പോലും 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്? നമ്മളുടെ ടൈം വെറുതെ നമ്മളോട് വേസ്റ്റ് ചെയ്യേണ്ട. സോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഒറ്റ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ 51ന്റെ ആൻസർ ഏതായിരിക്കും? D ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഈ രീതിയിൽ നിങ്ങൾ മെറ്റലോ എൻസൈംസിൻ്റെ കേസിൽ ഒരു മെറ്റലോ എൻസൈം തന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള മെറ്റൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. മെറ്റൽ മാത്രം ഓർത്തിരുന്നൊരു കാര്യമില്ല, അതിൻ്റെ ലിഗാൻസൂടെ ഏതാണെന്നുള്ളത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറേ അധികം മെറ്റലോ എൻസൈംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓർത്തിരിക്കണം. കാർബോണിക് അൺഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, ലിവർ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, അങ്ങനെ കുറേ അധികം മെറ്റലോ എൻസൈംസ് പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചോദിക്കും. നെക്സ്റ്റ് 52ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ടൈപ്സ് ഓഫ് നൈട്രേറ്റ്സ് ആണ് ചോദ്യം. ഓക്കെ. ടൈപ്സ് ഓഫ് നൈട്രേറ്റ്സ് അയോണിക്, കോവലന്റ് ആൻഡ് മെറ്റാലിക് നൈട്രേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഇതിനകത്ത് അയോണിക് നൈട്രേറ്റ്സ് ഏതാണെന്നാണ് ചോദ്യം. സോ എന്തായാലും KNO2 എന്തല്ല, നൈട്രേറ്റ് അല്ല. സോ അതുകൊണ്ട് ആ ഒരു എമ്മിനെ നമ്മൾ നോക്കുകയേ വേണ്ട. സോ ഇതിനകത്ത് അയോണിക് നൈട്രേറ്റ് ആയിട്ട് വരുന്ന ഏതാണ്? നമ്മളുടെ Na3N വരുന്നതാണ് അയോണിക് നൈട്രേറ്റ്. സോ അയോണിക് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? Na3N. അതായത് 1 എന്ന് പറയുന്നത്
1 എന്ന് പറയുന്നത് പിയോടാണ് മാച്ച് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് പിയോട് മാച്ച് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നെക്സ്റ്റ് കോവലന്റ് ആണ്. സോ കോവലന്റ് നൈട്രേറ്റ് നോക്കാം. സോ കോവലന്റ് നൈട്രേറ്റിനകത്ത് ഏതാ വരുന്നത്? കോവലന്റ് നൈട്രേറ്റിനകത്ത് AS4N4 ആണ് വരുന്നത്. സോ AS4N4 അതായത് 2 എന്ന് പറയുന്നത് ഏതാണ്? ഓയാണ്. PO വരുന്ന ഏതാണ്? എ ഓപ്ഷനാണ്. ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തു. ആൻസർ ഏതായിരിക്കും? എ ആയിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് മെറ്റാലിക് നൈട്രേറ്റ് ഏതായിരിക്കും വരുന്നത്? മെറ്റാലിക് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മളുടെ W2N എന്ന് പറയുന്നതായിരിക്കും മെറ്റാലിക് നൈട്രേറ്റ് എന്ന് പറയുന്നത്. സോ 3 എന്ന് പറയുന്നത് എന്നായിരിക്കും. ഓക്കെ, സോ ആൻസർ വരുന്നത് PON എന്നുള്ളതാണ്. സോ എ ആണ് അതിൻ്റെ ആൻസർ. സോ അയോണിക് നൈട്രേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഉള്ളൂ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഒരു ആൽക്കലി അല്ലെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റലും നൈട്രേറ്റ് തമ്മിലുള്ള ആ ഒരു കണ്ടെയ്നിങ് നൈട്രേറ്റ്സിനെയാണ് നമ്മൾ അയോണിക് നൈട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നോക്കി. Na3N ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ കോവലന്റ് നൈട്രേറ്റ്സിൻ്റെ കേസിൽ അവിടെ കോവലന്റ് ബോണ്ടിങ്, കോവലന്റ് ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മളുടെ നൈട്രജനോ അല്ലെങ്കിൽ ലെസ് പോസിറ്റീവ് എലമെന്റ്സ് ലൈക്ക് BaAl സിലിക്കോൺ ഓൾറെഡി നമ്മളത് നോക്കി. ദെൻ മെറ്റാലിക് നൈട്രേറ്റ്സിൻ്റെ കേസിൽ എന്താണ്? ഫോംഡ് ബൈ ദ ട്രാൻഷൻ മെറ്റൽസ് എക്സിബിറ്റ് മെറ്റാലിക് കണ്ടക്ടിവിറ്റി ഹാർഡ്നസ്. ഓക്കെ, സോ അതാണ് ടങ്സ്റ്റൺ നൈട്രേറ്റ് ആണ് നമ്മൾ ഇവിടുത്തെ എക്സാമ്പിളായിട്ട് വന്നത്. സോ അത് അത്രയും കേസാണ് നമുക്കുള്ളത്. സോ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് 53ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ ടേം സിമ്പിൾ ഫോർ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഈസ് 3p0. 3p0 എന്ന് പറഞ്ഞാൽ 3p0 ഇതാണ് ഉദ്ദേശിച്ചത്. ഹിയർ ദ സീറോ ഡിസ്ക്രൈബ്. ഈ സീറോ എന്ന് പറഞ്ഞത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഈ ടേം സിമ്പിൾ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിനകത്തെ ഓരോ ടേം നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. സോ ഇവിടുത്തെ സീറോ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ടോട്ടൽ ഇലക്ട്രോൺ സ്പിൻ ആണോ? അല്ല. ടോട്ടൽ ആംഗുലാർ മൊമെന്റം ആണോ? അതെ. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണോ? അല്ല. ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണോ? അല്ല. സോ ബേസിക്കലി നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 2s + 1lj എന്നുള്ളതാണ് നമ്മളെ ടേം സിമ്പിളിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ ഒരു 3 എന്ന് പറഞ്ഞ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ടോട്ടൽ സ്പിൻ മൾട്ടിപ്ലിസിറ്റി. 2s + 1 എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഈ L എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. J എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തെയാണ് നമ്മൾ J എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടല്ലോ, എക്സാമ്പിൾ തന്നിട്ട് ആ ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റൻസ് ടേം സിമ്പിളിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള എനിക്കൊന്ന് 3-4 ക്വസ്റ്റൻ ആയി ടേം സിമ്പിളിൽ നിന്ന് തന്നെ. സോ ആ ഒരു കൺസെപ്റ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ നോട്ടിനകത്ത് അത് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനത്തെ ക്വസ്റ്റൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, സോ നമ്മളുടെ ആ ടേം സിമ്പിളിൻ്റെ ഓൾറെഡി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഈ ഒരു ടേബിൾ ആണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. സോ 2s + 1lj എന്നുള്ളതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇതിനകത്ത് S എന്ന് പറയുന്നത് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആയിരിക്കും. ഡിറ്റർമൈൻസ് ദ മൾട്ടിപ്ലിസിറ്റി 2s + 1 കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി L എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് L എന്ന് പറയുന്നത്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. L-ഉം J-യും തമ്മിൽ തിരിഞ്ഞു പോകരുത്. L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. നമുക്കറിയാം ഓൾറെഡി. L എന്ന് പറയുന്നത് 0 ആണെങ്കിൽ S ആയിരിക്കും. L എന്ന് പറയുന്നത് 1 ആണെങ്കിൽ P ആയിരിക്കും. L എന്ന് പറയുന്നത് 2 ആണെങ്കിൽ D ആൻഡ് സോ ഓൺ ആണ് പോവുക. ഇനി J എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. J എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. Jയുടെ പോസിബിൾ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? പോസിബിൾ വാല്യൂസ് ഓഫ് J എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? L - S 2l + S ഇത്രയും വാല്യൂസ് ആയിരിക്കും Jക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് L വെച്ച് നമ്മൾ ഓൾറെഡി കാണും. സോ L - S 2l + S അത്രയും വാല്യൂസ് അതിന് പോസിബിൾ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം L - S എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. L + S എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. അതായത് 0 തൊട്ട് 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും, അതായത് 0, 1, 2 ഈ 3 നമ്പേഴ്സും എന്താണ്? Jക്ക് പോസിബിൾ ആണ്. സോ ഇതിനകത്ത് ഒരെണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൗണ്ട് ടൈം എന്ന് പറയുന്നത്. സോ അതാണ് ബേസിക്കലി സ്പിൻ മൾട്ടിപ്ലിസിറ്റിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ടേം സിമ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം സിമ്പിൾ തന്നിട്ട് കോൺഫിഗറേഷൻ ചോദിക്കാം. കോൺഫിഗറേഷൻ തന്നിട്ട് അല്ലെങ്കിൽ മെറ്റലിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ട് അതിൻ്റെ ടേം സിമ്പിൾ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഓരോ ടേമും ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി നമ്മുടെ കാർബണിൻ്റെ കേസാണ് പറഞ്ഞത്. സോ കാർബണിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p2. സോ പി ഓർബിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രീതിയിലാണുള്ളത്. +1 0 -1 ആൻഡ് ഓറിയന്റേഷൻ. 2p2 ആണ്. 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ നമുക്ക് S എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ S എന്ന് പറയുന്നത് എന്താണ്? 1/2 +
ഹാഫ് ആണ് വരുന്നത്. സോ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. ഇനി എൽ എന്ന് പറയുന്നത് പി ഓർബിറ്റിലാണ്. എന്ത് ചെയ്യുക? ഇത് ഓറിയന്റേഷൻ കൂട്ടുക. 1 + 1 + 0 എന്നാണ് വരുന്നത്. സോ എൽ എന്ന് പറയുന്നത് എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. സോ എൽ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ എന്തായിരിക്കും? പി ആയിരിക്കും. സോ എസ് 1 എന്ന് കിട്ടി. സോ 2s + 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 × 1 + 1 എന്ന് വരും. സോ 3 എന്ന് വരും. സോ 3p എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? 3p എന്നുള്ളതാണ് നമ്മളുടെ ടേം സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ജെ വാല്യൂ നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞു പോസിബിൾ ജെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? L - S 2L + S അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ കേസിൽ L എന്ന് പറയുന്നത് 1 ആണ്, S എന്ന് പറയുന്നത് 1 ആണ്. സോ പോസിബിൾ ജെ വാല്യൂസ് നമുക്ക് നോക്കാം. പോസിബിൾ ജെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? L - S 2L + S ആണ്. L - S എന്ന് പറഞ്ഞാൽ 1 - 1 2 എന്താണ്? 1 + 1. അതായത് 0 to 2. 0 to 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 0 വരും, 1 വരും, 2 വരും. സോ ഈ ഒരു 3 വാല്യൂസ് ഇതിന് പോസിബിൾ ആണ്. ഇതിനകത്തെ 3p0 എന്ന് പറയുന്നതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ഗ്രൗണ്ട് ടേം സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ടേം സിമ്പിൾ എന്ന് പറയുന്നതാണ് 3p0 എന്ന് പറയുന്നത്. അപ്പോൾ 3 ടേംസ് ഇവിടെ പോസിബിൾ ആണ്. 3p0 പോസിബിൾ ആണ്, 3p1 പോസിബിൾ ആണ്, 3p2 പോസിബിൾ ആണ്. 3 ജെ വാല്യൂസ് പോസിബിൾ ആണ്. ആ രീതിയിൽ നമുക്ക് 3ആയിട്ട് പറയാം. പക്ഷേ നമ്മൾ എന്നാലും ഗ്രൗണ്ട് ടൈം സിമ്പിളിനെ കുറിച്ച് പറയുന്ന സമയത്ത് 3p0 ആണ് അതിന്റെ ഗ്രൗണ്ട് ലോവസ്റ്റ് എനർജി ടൈം എന്ന് പറയുന്നത്. ഏതായിരിക്കും? 3p0 ആയിരിക്കും അതിന്റെ ഗ്രൗണ്ട് ടൈം എന്ന് പറയുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രിക്കകത്ത് നമ്മൾ ടൈം സിമ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, വിട്ട് കളയരുത്, മാർക്ക് കളയരുത്. വളരെ സിമ്പിളാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണ്ട. നിങ്ങൾ പതുക്കെ ഇത് കേട്ട് നോക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് 54ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്റ്റേറ്റ്മെന്റ് റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇതും എനിക്ക് തോന്നുന്നു 2021 ഫോറൻസിക് എക്സാമിന് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ക്വസ്റ്റൻ പേപ്പറാണ്, പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ്. നമ്മൾ ഈ പറയുന്ന എല്ലാം തന്നെ സയന്റിഫിക് ഓഫീസറിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് തന്നെയാണ്. So read the following statement and reason. Pick out the suitable answer for the following option. So statement നോക്കുക. In inorganic chemistry, one of the analogues of benzene is boracene. This is misnomer because the chemical properties of boracene and benzene are quite different. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ബെൻസീൻ്റെ അനലോഗായിട്ടാണ് നമ്മൾ ബൊറാസീനും ഇനോർഗാനിക് ബെൻസീൻ ആണ് ബൊറാസീനെ നമ്മൾ വിളിക്കുന്നത് തന്നെ. സോ പക്ഷേ ഇതിന്റെ റിയാക്ഷൻസ് എന്താണ്? ഡിഫറെന്റ് ആണ്. ബെൻസീൻ നിങ്ങൾക്ക് അറിയാം അഡീഷൻ റിയാക്ഷൻസ് തരത്തില്ല, പക്ഷേ ബൊറാസീൻ അങ്ങനെയല്ല, അഡീഷൻ റിയാക്ഷൻസ് തരും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ അക്സെപ്റ്റബിൾ. അതവിടെ നിൽക്കട്ടെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ അൺഅക്സെപ്റ്റബിൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. കാരണം സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അത് അൺഅക്സെപ്റ്റബിൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി സ്റ്റേറ്റ്മെന്റ് ഈസ് അക്സെപ്റ്റബിൾ, അത് നമുക്ക് നോക്കണം, അടുത്തും കൂടെ വായിച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ. റീസൺ ഈസ് അക്സെപ്റ്റബിൾ ബട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് നീഡ്സ് ടു കറക്റ്റ് എന്നുള്ളതും എന്താണ്? നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പോയിട്ട് 2 ഓപ്ഷൻ എ ആൻഡ് സി. ഇനി റീസൺ നോക്കുക. ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബിറ്റ്വീൻ ബോറോൺ ആൻഡ് നൈട്രജൻ, ദ മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ലോക്കലൈസ്ഡ് ഓൺ ബോറോൺ ആറ്റം. എന്താണ്? അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് റോങ് ആണ്. സോ വീക്കൻസ് ദ പൈ ബോണ്ടിങ്. സോ ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ അക്സെപ്റ്റബിൾ എന്നുള്ളത് എന്താണ്? എലിമിനേറ്റ് ചെയ്യാം. എന്താണ്? സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ റീസൺ എന്താണ്? ആ റീസൺ നമ്മൾ നീഡ് ടു കറക്റ്റ് ചെയ്യണം. സോ ആൻസർ വരുന്നത് സി ആണ്. സോ ഈ രീതിയിൽ നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ അതിനെ ആ രീതിയിൽ ഈ പറഞ്ഞ നമ്മളെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഉള്ള ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ മിനിമം സമയത്തിനുള്ളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എടുക്കണം. സോ അതാണ്, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് 55ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ among the following complex, which one has the high rate of water exchange? So Na(H2O16) positive, chromium H2O16 3 positive, aluminum H2O16 3 positive, Mg(H2O16 3 positive. So ഇത് നമ്മൾ വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ്റെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ബേസിക്കലി ഇവിടെ ചില കൺസെപ്റ്റുകളുണ്ട്. ഇതിൻ്റെ ചാർജ്, അതുപോലെ തന്നെ ഇത് ട്രാൻഷൻ മെറ്റൽ ആണോ മെയിൻ ഗ്രൂപ്പ് മെറ്റൽ ആണോ എന്നനുസരിച്ചൊക്കെയാണ് ലബേലിറ്റി, ഇനർട്ട്നെസ്, ഈ 2 കൺസെപ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ പറയുന്നത്. ഒരു കോംപ്ലക്സ് ലബയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ വാട്ടർ എക്സ്ചേഞ്ച് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇനി ഒരു കോംപ്ലക്സ് ഇനേർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ വാട്ടർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ലോ ആയിരിക്കും. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ദ റേറ്റ് ഓഫ് ദ വാട്ടർ എക്സ്ചേഞ്ച് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം.
ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ചാർജ് ആയിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ചാർജ് കൂടുതലായിരിക്കണം, പക്ഷേ എന്തായിരിക്കണം? സൈസ് കുറവായിരിക്കണം. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സിനകത്ത് സൈസ് കുറവും ചാർജ് കൂടുതലുള്ള കോംപ്ലക്സിന് എന്തായിരിക്കും? ലോവർ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. സോ ചാർജ് കൂടുകയും സൈസ് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്ടർ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? കുറയും. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും ചാർജ് കുറഞ്ഞ ആളും അതുപോലെ തന്നെ സൈസ് കൂടിയ ആളുമാണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. സോ നിങ്ങൾ തന്നിട്ടുള്ളതിനകത്ത് സൈസ് കൂടിയത് ആരാ നോക്കുക, ചാർജ് കുറവ് ആരാ നോക്കുക. നിങ്ങൾക്ക് അവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ആരാണത്. Na പോസിറ്റീവിനാണ് സൈസ് കൂടുതൽ, ചാർജ് കുറവാണ്. ബാക്കിയൊക്കെ എന്താണ്? ചാർജ് കൂടുതലാണ്. നമുക്ക് ബാക്കിയോടെ നോക്കാം. ദ നേച്ചർ ഓഫ് ദ മെറ്റൽ സെന്റർ. സോ മെറ്റൽ ഓഫ് മെറ്റൽ സെന്ററിനകത്ത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? മോർ ലബൈൽ ആയിരിക്കും. സോ അവർക്കാണ് പ്രയോറിറ്റി ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ മെറ്റലിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുള്ളൂ. സോ മോർ ലബൈൽ ആയിരിക്കും അവർ. സോ അപ്പം നമ്മളുടെ ക്രോമിയം ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും എന്താണ്? ലീസ്റ്റ് എക്സ്ചേഞ്ച് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഏറ്റവും സ്ലോ ആയിട്ട് വരുന്ന ക്രോമിയം ആയിരിക്കും. ബാക്കിയെല്ലാം എന്താണ്? നമ്മളുടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് തന്നെയാണ്. സോ അത് ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ലബിലിറ്റി വേഴ്സസ് ഇനേർട്ട്നെസ്. ലബൈൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും. ഇനേർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്ലോ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും നടക്കുന്നത്. സോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ഓർഡർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് എവിടെയായിരിക്കും? സോഡിയത്തിനകത്തായിരിക്കും. സോ +1 ആണ്, അതുപോലെ തന്നെ സൈസും കൂടുതലാണ്. സോ +1 ഓക്സിജൻ ഇതിനായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വാട്ടർ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഏറ്റവും സ്ലോ എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞു ഓൾറെഡി, ക്രോമിയത്തിനകത്തായിരിക്കും. കാരണം ഇത് D3 സിസ്റ്റം ആണ്. ക്രോമിയം +3 എന്ന് പറയുന്നത് D3 സിസ്റ്റം ആണ്. ഇതെന്താണ്? ഒരു ഇനേർട്ട് കോംപ്ലക്സ് ആണ്. സോ ഇതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് വാട്ടർ എക്സ്ചേഞ്ച് നടക്കുന്ന എവിടെയാണ്? നിങ്ങളുടെ ക്രോമിയത്തിനകത്ത് ആയിരിക്കും. ഓക്കെ. സോ ഇനി അലുമിനിയം അതുപോലെ തന്നെ Mg ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അലുമിനിയത്തിന്റെ കേസിൽ സ്ലോ ആണ്, Mgയുടെ കേസിൽ എന്താണ്? മോഡറേറ്റ് ആണ്. സോ ഞാൻ റേറ്റ് ഓഫ് വാട്ടർ എക്സ്ചേഞ്ചിന്റെ ഓർഡർ എഴുതുവാണ്. ചിലപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. റേറ്റ് ഓഫ് വാട്ടർ എക്സ്ചേഞ്ചിന്റെ ഓർഡർ എങ്ങനെ വരും? ഏറ്റവും കൂടുതൽ Na, then Mg, then Al, ആൻഡ് ഏറ്റവും ലീസ്റ്റ് എങ്ങനെയായിരിക്കും? ക്രോമിയം എന്നുള്ള രീതിയിലായിരിക്കും വരിക. സോ നമ്മൾ റേറ്റ് ഓഫ് വാട്ടർ എക്സ്ചേഞ്ച് ആണ് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞു ഏറ്റവും ലീസ്റ്റ് റേറ്റ് വരുന്നത് നമ്മളുടെ ക്രോമിയം കോംപ്ലക്സിനാണ്. കാരണം എന്താണ്? അത് +3 ആണ്, D3 സിസ്റ്റം ആണ്. സോ D3 സിസ്റ്റം ആകുന്ന സമയത്ത് കോംപ്ലക്സ് എന്തായിരിക്കും? ഇനേർട്ട് കോംപ്ലക്സ് ആയിരിക്കും. എന്തായിരിക്കും? ഇനേർട്ട് കോംപ്ലക്സ് ആയിരിക്കും. സോ ഏറ്റവും ലീസ്റ്റ് വരുന്നത് അതിനായിരിക്കും. ഇനി ഞാൻ ഈ 4 കോംപ്ലക്സിന്റെ ഓർഡറിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ചിലപ്പം ഓർഡറിൽ എഴുതാനായിട്ടായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. സോ റേറ്റ് ഓഫ് വാട്ടർ എക്സ്ചേഞ്ച് നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വാട്ടർ എക്സ്ചേഞ്ച് തരുന്നത്? സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തരുന്നത് NaH2O 6 ടൈംസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും തരുന്നത്? അത് കഴിഞ്ഞിട്ട് MgH2O 6 ടൈംസ് 2 പോസിറ്റീവ് എന്നുള്ള കോംപ്ലക്സ് ആയിരിക്കും. ദെൻ അലുമിനിയം H2O 6 ടൈംസ് 3 പോസിറ്റീവ് എന്നുള്ള കോംപ്ലക്സ് ആയിരിക്കും. ഏറ്റവും ലീസ്റ്റ് തരുന്നത് ക്രോമിയം 3 പോസിറ്റീവ് ആയിരിക്കും. സോ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ ഓർഡർ കൂടെ അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓർഡറും കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ. സോ അതാണ് നമ്മളുടെ വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 56ാമത്തെ ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റിഡോക്സ് മെക്കാനിസത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. സോ സാധാരണയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കോർഡിനേഷൻ റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. യൂഷ്വലി റിഡോക്സ് റിയാക്ഷൻ ഒക്വർ ബിറ്റ്വീൻ കൊബാൾട്ട് 3 കോംപ്ലക്സ് ആൻഡ് ക്രോമിയം H2O 6 ടൈംസ് 2 പോസിറ്റീവ്. ഈ രണ്ട് കോംപ്ലക്സുകൾ തമ്മിൽ റിയാക്ഷൻസ് ഒക്വർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ത്രൂ ഇന്നർ സ്പിയർ മെക്കാനിസം. സോ ഇന്നർ സ്പിയർ മെക്കാനിസം ആണെന്ന് പറഞ്ഞു. പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓർഡർ ബേസ്ഡ് ഓൺ ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ക്രോമിയം H2O 6 ടൈംസ് 2 പോസിറ്റീവ് ആൻഡ് വേരിയസ് എന്താണ് കൊബാൾട്ട് കോംപ്ലക്സ്. സോ നമുക്ക് റേറ്റ് ആണ് അറിയേണ്ടത്. സോ ബേസിക്കലി എന്താ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഒരു കൊബാൾട്ട് +3 കോംപ്ലക്സും ക്രോമിയം H2O 2+ തമ്മിൽ റിയാക്ട് ചെയ്തു. സോ നമുക്ക് അറിയേണ്ടത് 3 കൊബാൾട്ട് കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ റിയാക്ഷൻ
ഏത് കോംപ്ലക്സിലാണ്, ഏത് കൊബാൾട്ടിൻ്റെ കോംപ്ലക്സിലാണ് നടക്കുന്നുള്ളതാണ്. സോ ഇന്നർ സ്ഫിയർ മെക്കാനിസം ആണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നർ സ്ഫിയർ മെക്കാനിസം ആണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ മെക്കാനിസം നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്രിഡ്ജിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഇന്നർ സ്ഫിയർ മെക്കാനിസത്തിനകത്ത്. ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന സ്റ്റെപ്പാണ് നമ്മുടെ സ്ലോവസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്നിട്ട് എന്തായിട്ട് മാറുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി അതാണ് ഈ ഒരു ഇന്നർ സ്ഫിയർ മെക്കാനിസത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ആ ഒരു ബ്രിഡ്ജിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ബ്രിഡ്ജിങ് ലിഗാൻഡ്, ആ ബ്രിഡ്ജിങ് ലിഗാൻഡിന്റെ സൈസ് അനുസരിച്ചാണ് നമ്മളുടെ റേറ്റ് വരുന്നത്. സൈസ് കൂടുതലാണെങ്കിൽ എന്താണ് നമ്മളുടെ മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്തായിരിക്കും എഫിഷ്യൻ്റ് ആയിരിക്കും, റേറ്റ് എന്തായിരിക്കും കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കൊബാൾട്ട് NH3 6 times 3 പോസിറ്റീവ്, ഇവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഒന്നുമില്ല. കൊബാൾട്ട് NH3 5 times Cl, ഇവിടെ ഒരു ബ്രിഡ്ജിങ് ലിഗാൻഡ് ഉണ്ട്. ആരാണ്? Cl ആണ് ഇവിടുത്തെ ബ്രിഡ്ജിങ് ലിഗാൻഡ്. കൊബാൾട്ട് NH3 5 times I ഉണ്ട്. ഇവിടെ ആരാണ് ബ്രിഡ്ജിങ് ലിഗാൻഡ്? I ആണ് ബ്രിഡ്ജിങ് ലിഗാൻഡ്. സോ ഇവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇല്ല. സോ എന്തായാലും ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എന്തായിരിക്കും? ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. സോ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം കൊബാൾട്ട് NH3 6 times 3 പോസിറ്റീവിനായിരിക്കും ഏറ്റവും ലീസ്റ്റ് വരുന്നത്. അത് ഏത് ഓപ്ഷനാണ് നിങ്ങൾ നോക്കുക. സോ ഏത് ഓപ്ഷനിലാണ് വരുന്നത്? കൊബാൾട്ട് NH3 6 times ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇവിടുത്തെ ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ സോ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് പിന്നെ വരുന്നത്. സോ പിന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ ഹാലജൻസ് X- കേസിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സൈസിൻ്റെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈസ് ഏതിനാണ്? I- ദെൻ Br- ആണ്, ദെൻ Cl- ആണ്. സോ I- ആണ് നിങ്ങളുടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് എങ്കിൽ നിങ്ങളുടെ റേറ്റ് എന്തായിരിക്കും? നിങ്ങളുടെ ഇന്നർ സ്ഫിയർ മെക്കാനിസം എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. അതിൻ്റെ റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഏറ്റവും കൂടുതൽ റേറ്റ് ഏതിനായിരിക്കും? കൊബാൾട്ട് NH3 5 times I-ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് കൊബാൾട്ട് NH3 5 times Cl-നായിരിക്കും. ദെൻ കൊബാൾട്ട് NH3 5 times 6 times 3 പോസിറ്റീവ്. ഇതായിരിക്കും നിങ്ങളുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഐക്ക് കൂടുതൽ വരുന്നു, ദെൻ Cl, ദെൻ ഇത്. സോ ആൻസർ വരുന്നത് ഏതാണ്? നിങ്ങളുടെ ബി ആണ് ആൻസർ. സോ 56ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ മെക്കാനിസം കൂടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. സോ ഞാനൊരു മെക്കാനിസം ഇങ്ങോട്ട് വരയ്ക്കാം. സോ ഒരു മെക്കാനിസം ഞാൻ റഫായിട്ടൊന്ന് പറയാം. സോ നമ്മളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കൊബാൾട്ട് NH3 5 times Cl ആണ് ഞാൻ എടുക്കുന്നത്. Cl +2ഉം അതുപോലെ തന്നെ ക്രോമിയം H2O 6 times 2 പോസിറ്റീവ്. ഈ രണ്ട് ലിഗാൻസ് തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇന്നർ സ്ഫിയർ മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രോമിൽ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നൊരു H2O പോകുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. നോക്കുക എങ്ങനെയാണ് ബ്രിഡ്ജിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്ന്. NH3 5 times ഇവിടെ തന്നെ ഉണ്ട്. കൊബാൾട്ട് എങ്ങും പോയിട്ടില്ല. ക്ലോറിൻ ഇവിടെ ഉണ്ട്, ക്രോമിയം ഇവിടെ ഉണ്ട്, H2O 5 times ഇവിടെ ഉണ്ട്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ബ്രിഡ്ജിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആരാണ്? ഇവിടെ Cl എന്ത് ചെയ്യുവാണ്? രണ്ട് കോംപ്ലക്സിനെയും ബ്രിഡ്ജ് ചെയ്യുവാണ് ചെയ്യുന്നത്. സ്റ്റിൽ ഇത് +3ഉം ഇത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ആയിരിക്കും. ഓക്കെ, അവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന ആ സ്റ്റെപ്പാണ് ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്? ഇവിടുന്ന് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? തിരിച്ചാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു. എവിടുന്നാണ്? എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? ക്രോമിയം 2ൽ നിന്നും ഇങ്ങോട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ കോംപ്ലക്സ് എങ്ങനെ മാറും? NH3 5 times COI ക്രോമിയം H2O
5 ടൈംസ് ആയിട്ട് മാറും. സോ ഇവിടെ +3 ആകും, ഇവിടെ +2 ആകും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇത് ലെബയിലാകും, ഇത് എന്തായിട്ട് മാറും? ലെബയിലാകും, ഇത് ഇനേർട്ട് പാർട്ടായിട്ട് മാറും. ക്രോമിയം +3 എന്ന് പറയുന്നത് എന്താണ്? D3 കോൺഫിഗറേഷൻ ആണ്. D3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർട്ട് ആണ്. സോ എവിടെ നിന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യും? ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു കോംപ്ലക്സ് ആയിട്ട് പോകും, ഇവിടുന്ന് എന്താണ്? ഇത് വേറൊരു കോംപ്ലക്സ് ആയിട്ട് പോകും. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൊബാൾട്ട് H2O 6 ടൈംസ് 3 പോസിറ്റീവ് പ്ലസ് ക്രോമിയം H2O 5 ടൈംസ് Cl 2 പോസിറ്റീവ് എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. സോറി 2 പ്ലസ് ആണ്, പോസിറ്റീവ് പ്ലസ് കൊബാൾട്ട് ക്രോമിയം 2 പ്ലസ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിനകത്ത് ഇവിടെയുള്ള ഈ ഒരു ലിഗാൻഡ് ഉണ്ടല്ലോ, ഈ ലിഗാൻഡിൻ്റെ ആ ഒരു സൈസിനെയാണ് നമ്മളുടെ റേറ്റ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ സൈസ് കൂടുതലാണെങ്കിൽ, സൈസ് ബ്രിഡ്ജിങ് ലിഗാൻഡിൻ്റെ കൂടുതലാണെങ്കിൽ എന്താണ്? സൈസ് ഓഫ് ബ്രിഡ്ജിങ് ലിഗാൻഡ് കൂടുതലാണെങ്കിൽ നമ്മളുടെ റേറ്റും എന്തായിരിക്കും? റേറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ആൻസറിനകത്ത് ഐ വരുന്ന ഈ ഒരു ലിഗാൻഡ് മാക്സിമം റേറ്റ് കാണിക്കുന്നത്. ദെൻ ക്ലോറിൻ, ദെൻ ലിഗാൻഡ് ഒന്നും ഇല്ലാത്ത കൊബാൾട്ട് കോംപ്ലക്സ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആൻസറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. 57ാമത്തെ ചോദ്യം. റീസെന്റ് എ ന്യൂ അലോട്രോപ്പ് ഓഫ് കാർബൺ വാസ് ഡിസ്കവേർഡ് ബൈ ദ സയന്റിസ്റ്റ് പബ്ലിഷ്ഡ് എന്താണ്? 2019 ഡിസ്കവർ ചെയ്ത ഒരു കാർബണിൻ്റെ ഒരു പുതിയ അലോട്രോപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതാണ് അലോട്രോപ്പ് എന്നുള്ളത്. സോ ഒരു ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ഒരു വട്ടത്തിലുള്ള അത്തപ്പൂക്കളം പോലിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. സോ പിക്ക് ഔട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതാണ്? SP ഹൈബ്രിഡൈസ്ഡ് സൈക്ലോ 18 സൈക്ലോ കാർബണെ കുറിച്ചാണ് പറയുന്നത്. ഫുള്ളറിനൊക്കെ 1985-90 കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതാണ്. സോ ഗ്രാഫീൻ അല്ല, കാർബൺ നാനോ ട്യൂബ് അല്ല, ഫുള്ളറിൻ അല്ല, പിന്നെ പോയിട്ട് ഏതായിരിക്കും? SP ഹൈബ്രിഡൈസ്ഡ് സൈക്ലോ 18 കാർബൺ എന്നുള്ള ആ ഒരു സ്ട്രക്ചറാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. 2019 കണ്ടുപിടിച്ചിട്ടുള്ള കാർബണിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആലോട്രോപ്പാണ്. സോ അതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് പോകാം. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു 2019 ഇത് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു. സോ 3 സയൻറ്റിസ്റ്റുമാരാണ് അതിൻ്റെ പുറകിലുള്ളത്. സോ ഇത് റിംഗ് കമ്പോസ്ഡ് ഓഫ് 18 കാർബണാറ്റം ഉള്ള ഒരു റിംഗ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് SP ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റം ആയിരിക്കും. അതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു റിംഗ് ആണ്. നിങ്ങൾ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ട് ഉള്ള സാധ്യതയില്ല. ഇവിടുത്തെ കേസ് നമ്മൾ ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. വെരിഫൈഡ് യൂസിങ് AFM വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ വെരിഫൈ ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറുകൾ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, ഇതാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 6 moles ഓഫ് CO പോയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ സൈക്ലോ 18 കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു മോളിക്കൂൾ എന്ന് പറയുന്നത്. സോ പിടിയിട്ട് എനിക്കൊന്ന് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ എനിക്കൊന്ന് ഈ ക്വസ്റ്റ്യനും 2021 ചോദിച്ചാണ്. 2019 കണ്ടുപിടിച്ച കോമ്പൗണ്ടിനെ കുറിച്ചാണ് 2021 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അത്രയ്ക്കും അപ്ഡേറ്റഡ് ആണ് നമ്മുടെ കേരള PSC പോലും. ഓക്കെ, സോ നെക്സ്റ്റ് 58ാമത്തെ ചോദ്യം. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കലിലെ ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇതാണ്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 മൂന്നെണ്ണമാണ് ആദ്യത്തിനകത്തുള്ളത്. സോ 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. 3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അതായിരിക്കും അതിൻ്റെ ആൻസർ. ഈ കേസിലോ 1, 2, 3, 4. സോ 3 and 4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 58ൻ്റെ ആൻസർ എത്ര ആയിരിക്കും? D ആയിരിക്കും ആൻസർ വരുന്നത്. അതിനകത്ത് ഫിസിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കയറി വന്നതാണ്. സോ കുഴപ്പമില്ല, നമുക്കത് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ബിഫോർ നോൺ സീറോ, ലീഡിങ് സീറോസ് ബിഫോർ നോൺ സീറോ ഡിജിറ്റ്സ് എന്താണ്? നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓൾ സീറോ ഡിജിറ്റ്സ് എന്താണ്? നോൺ സീറോ ഡിജിറ്റ്സ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ടൈലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ഉള്ളി ഇഫ് ദർ ഈസ് എ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സിഗ്നിഫിക്കൻ്റ് ആകത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മളുടെ ഇതായിരുന്നു നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കേസിൽ 1, 2, 3 ആണ് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. 3 സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് കേസിൽ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 0 വന്നാൽ അത് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1, 2, 3, 4 4 ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. സോ പിടിയിട്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ഒന്നും തരേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകണം. 59ാമത്തെ ചോദ്യം. ടൈറ്റാനിയം Cl6 3- show a slight compression in bond length of TaCl due to Jahn-Teller distortion.
Two absorption peaks in electronic spectra arise because of the transition from എവിടെ നിന്ന് എവിടേക്കാണ് ഒരു ട്രാൻസിഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ടൈറ്റാനിയം എന്താണ് +3 സ്റ്റേറ്റ് ആണ്. സോ ടൈറ്റാനിയം +3 എന്ന് പറഞ്ഞാൽ D1 കോൺഫിഗറേഷൻ ആണ്. ഇത് വീക്ക് ജാൻഡെല്ലാർ ഡിസ്റ്റോർഷൻ തരും. വീക്ക് ജാൻഡെല്ലാർ ഡിസ്റ്റോർഷൻ തരും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ജാൻഡെല്ലാർ ഡിസ്റ്റോർഷൻ ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. സോ വീക്ക് ജാൻഡെല്ലാർ ഡിസ്റ്റോർഷൻ തരും. എന്താ പ്രത്യേകത? D1 സിസ്റ്റം ആണ്, ഒക്ടാഹെഡ്രൽ സിസ്റ്റം ആണ്. സോ ഇതിന്റെ ഗ്രൗണ്ട് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2T2G ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ 2T2Gയിൽ നിന്നും 2EGയിലേക്കായിരിക്കും ഇതിന്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ നോക്കുക, ഓപ്ഷൻ നോക്കാം. ഗ്രൗണ്ട് ടേം 2B2G അല്ല, ഗ്രൗണ്ട് ടൈം E2G അല്ല, ഗ്രൗണ്ട് ടൈം T2G ആണ്. 2 എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് EG ആൻഡ് 2A1G അല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എന്താണ് 2E2G എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. 59ന്റെ ആൻസർ എന്താണ്? D ആണ് ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നമ്മുടെ നോട്ടിനകത്ത് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ടൈറ്റാനിയം H2O 6 ടൈംസിന്റെ കേസാണെന്ന് തോന്നുന്നു. സെയിം സിസ്റ്റം തന്നെയാണ്, D1 ആണെന്നുള്ള വ്യത്യാസം, രണ്ടിലും D1 തന്നെയാണ്. ഇവിടെ ലിഗാൻഡ് മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോറി. നെക്സ്റ്റ് 60ാമത്തെ ചോദ്യം. The compound 1,2-dichloroethylene has 2 geometrical isomers. Choose the correct option related to their symmetry. Okay, so നമ്മളുടെ 1,2-dichloroethylene 2 ഐസോമേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? സിസും അതുപോലെ തന്നെ ട്രാൻസും. സോ സിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C2V ആയിരിക്കും. ട്രാൻസ് ആണെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C2H ആയിരിക്കും അതിന്റെ പോയിന്റ് ഗ്രൂപ്പ്. ഓൾറെഡി നമ്മളിത് നോക്കിയതാണ്. ഈ ഒരു മോളിക്കൂൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എനിക്ക് തോന്നുന്നു നാഫ്തലീൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത സമയത്തും അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത സമയത്തും ഈ ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിസ് ഐസോമർ C2V പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ട്രാൻസ് ഐസോമർ എന്തായിരിക്കും? C2H പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ബോത്ത് ഐസോമേഴ്സ് ഹാവ് σH പ്ലെയിൻ. ഓക്കെ, ബോത്ത് ഐസോമേഴ്സിൽ എന്തില്ല? σH പ്ലെയിൻ ഇല്ല. ഒരെണ്ണത്തിന് σH ഉണ്ട്, ഒരെണ്ണത്തിന് σV ഉണ്ട്. സോ σV രണ്ടിനില്ല. നൺ ഓഫ് ദം ഹാവ് σH അതല്ല. സോ 1 ഐസോമർ ഹാസ് σV പ്ലെയിൻ ആൻഡ് 1 ഐസോമർ ഹാസ് σH പ്ലെയിൻ. ഓക്കെ, σH ഉള്ളത് ഏതിനാണ്? ട്രാൻസിനാണ്. അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് C2H ആയിരിക്കും. σV ഉള്ളത് ഏതിനാണ്? സിസിനാണ്. അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V ആയിരിക്കും. ഓക്കെ, C2V ആയിരിക്കും. സോ ആൻസർ വരുന്നത് 60ന്റെ ആൻസർ എന്ന് പറയുന്നത് D ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Next, so symmetry elements, cis isomer എന്താണ്? Vertical mirror plane σV that bisects the molecule through the double bond and hydrogen atom. So ഏതാ molecule ഏതാ? C double bond C, Cl H ഇതാണ് സിസ് ഐസോമർ എന്ന് പറയുന്നത്. സോ ഇവിടെ സെന്റർ ഓഫ് ഇൻവേർഷൻ ഇല്ല, നോ ഹൊറിസോണ്ടൽ, σH ഇല്ല. ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ആണ് ഞാൻ പറഞ്ഞത് C2V ആണ് പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ് ഐസോമർ ഏതാണ്? ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത് Cl ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതിനെയാണ് നമ്മൾ ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്തുണ്ട്? സെന്റർ ഓഫ് ഇൻവേർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങോട്ടും പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള ആറ്റത്തിൽ ചെല്ലുന്നു, ഇങ്ങോട്ടും പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള ആറ്റത്തിൽ ചെല്ലുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് സെന്റർ ഓഫ് ഇൻവേർഷൻ പ്രസന്റ് ആണ്, σH പ്രസന്റ് ആണ്. പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? C2H ആണ് ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം ആ മോളിക്കൂൾ വന്നിട്ട് അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. സോ C2H ആണ്. ഇൻവേർഷൻ സെന്റർ ഉണ്ടെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. എനിക്കൊന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു തോന്നുന്നു. സോ എന്തായാലും ഇതാണ് നമ്മുടെ 2 ഐസോമേഴ്സ്, സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 61ാമത്തെ ചോദ്യം. ഹൗ മെനി ഇനോർഗാനിക് സൾഫർ പ്രസന്റ് ഇൻ ബാക്ടീരിയൽ റുബ്രിഡോക്സിൻ? സോ ബാക്ടീരിയൽ റുബ്രിഡോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FeS0 ആണ് നമ്മൾ ആ റുബ്രിഡോക്സിൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ലെബൈൽ സൾഫർ എത്രണ്ണം ഉണ്ട്? ലെബൈൽ ഇനോർഗാനിക് സൾഫർ എന്ന് പറയുന്നത് എത്രണ്ണമാണ്? 0 ആണ്. സോ ആൻസർ വരുന്നത് എത്ര ആണ്? 0 ആയിരിക്കും. സോ ഇതല്ലാതെ വേറെ ഉണ്ട്, ഫെറിഡോക്സിൻ ഉണ്ട്, Fe2S2 ഉണ്ട്, Fe3S4 ഉണ്ട്, അതുപോലെ തന്നെ Fe4S4 ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഇനോർഗാനിക് സൾഫർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു സൾഫർ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിനെയാണ് ലബൈൽ സൾഫർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 4 എണ്ണം കാണാൻ സാധിക്കും. ഇവിടുത്തെ കേസിൽ നമുക്ക് എത്ര സൾഫർ ഉണ്ട്? 4 ലബൈൽ സൾഫർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഇനോർഗാനിക്കിന്റെ ആ ഒരു സെക്ഷൻ പോയി നോക്കുന്ന സമയത്ത് അയൺ സൾഫർ പ്രോട്ടീൻസ് ഉണ്ട്. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു കേസിൽ എന്താണ്? ബാക്ടീരിയൽ റുബ്രിഡോക്സിൻ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഇനോർഗാനിക് സൾഫർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് 62ാമത്തെ ചോദ്യം. ഇഫ് ഓൾ ദ ലാറ്റിസ് പോയിന്റ് ഓഫ് ആൻ HCP hexagonal close packed structure are occupied by uniform hard spheres that touch each other,
പെർസെൻറ്റേജ് ഓഫ് വോളിയം അൺഒക്കുപ്പൈഡ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ പാക്കിംഗ് ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കും. എന്താ ചോദിച്ചിട്ടുള്ളത്? വോളിയം അൺഒക്കുപ്പൈഡ് ആണ്, ഒക്കുപ്പൈഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, അൺഒക്കുപ്പൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 74% ആണ് എന്തെന്ന് പറയുന്നത് ഒക്കുപ്പൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഒക്കുപ്പൈഡ് എത്ര ആയിരിക്കും? 26% ആയിരിക്കും എന്തെന്ന് പറയുന്നത് അൺഒക്കുപ്പൈഡ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഈ രീതിയിൽ ചോദിക്കാം, ഒക്കുപ്പൈഡ് ആണോ അൺഒക്കുപ്പൈഡ് ആണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാവുള്ളൂ? ആൻസർ ചെയ്യാവുള്ളൂ. Okay, so the HCP is one of the closed packed structure. So its packing fraction എന്ന് പറയുന്നത് എത്രയാണ്? 74% ആണ്. That means 74% of the total volume is occupied by the hard space and remaining എന്താണ്? അതിനെയാണ് void space എന്ന് വിളിക്കുന്നത്. അതാണ് unoccupied. So ആൻസർ വരുന്നത് 26% ആയിരിക്കും. നെക്സ്റ്റ് 63ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലിക്വിഡ് ക്രിസ്റ്റൽസ്. സോ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലിക്വിഡ് ക്രിസ്റ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. സോ നോക്കുക, ഐസോട്രോപിക് എന്താണ്? ഇൻകറക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം അതെന്താണ്? അനൈസോട്രോപിക് ആണ്. സോ 1 തന്നെ എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ 1 ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ 1 വരുന്ന ഓപ്ഷൻസ് എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്ത് കളയുക. 1 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് ഉള്ളത്? എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൻസർ കിട്ടി. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ആൻസർ ആയി. എന്താ? ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റോട് നമുക്ക് വായിച്ച് നോക്കാം. ഫ്ലോ ലൈക്ക് ലിക്വിഡ്സ് that have much of the long range order of solids എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി molecules can move about and intermolecular spaces are irregular. അത് എന്താണ്? കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് 2 and 3 എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. 63ന്റെ ആൻസർ എന്താണ്? ബി ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, which class of dielectric material exhibit a hysteresis loop of polarization versus electric field? സോ ഹിസ്റ്റീരിയസ് ലൂപ്പ് ഇതിനകത്ത് ഏതാണ് തരുന്നുള്ളതാണ്. സോ ഫെറൈറ്റ്സ് തരത്തില്ല, ഇത് തരത്തില്ല, ഡൈപോൾ ഏതാണ്? ഫെറോ ഇലക്ട്രിക്സ് ആണ് ആ ഒരു ടൈപ്പുള്ള ഹിസ്റ്റീരിയസ് ലൂപ്പ് തരുന്നത്. സോ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണത്. സോ ദീസ് ആർ ഡൈലക്ട്രിക് മെറ്റീരിയൽസ് ദാറ്റ് എക്സിബിറ്റ് എ സ്പോണ്ടേനിയസ് ഇലക്ട്രിക് പോളറൈസേഷൻ. എന്താണ്? റിവേഴ്സൽ നടക്കും. എപ്പോഴാണ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റിവേഴ്സൽ കിട്ടും. സോ അതൊരു ഹിസ്റ്റീരിയസ് ലൂപ്പ് പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ് ഈ രീതിയിൽ ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. When polarization is plotted against the electric field, it forms a hysteresis loop, a characteristic behavior of ferroelectrics similar to the BH loop of the ferromagnets. So ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത്. 65ാമത്തെ ചോദ്യം. The hybridization and structure of BRF3 compound is. So hybridization കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സ്ട്രക്ചറും കണ്ടുപിടിക്കണം. സോ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. നമ്മളുടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിപ്പം അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കെമിസ്ട്രി ഡോക്യുമെന്റ്സോട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ഫോറൻസിക്കിൻ്റെ. സോ അവിടെ വരെ നമ്മൾ എത്തി നിർത്തിയിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെവൽ മനസ്സിലായി കാണും. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്? BRF3 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മോളിക്യൂൾ. ഇതിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ ഹൈബ്രിഡൈസേഷനും കണ്ടുപിടിക്കണം, സ്ട്രക്ചറും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണെന്ന് നോക്കണം. ഏതാണ്? ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ആരായിരിക്കും? BR ആണ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. സോ BR ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം എത്ര എണ്ണം ഉണ്ട്? BRന് 7 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7. എത്ര ഫ്ലൂറിനായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? 1 2 3 ഫ്ലൂറിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഒരു ലോൺ പെയർ, രണ്ടാമത്തെ ലോൺ പെയർ. അതായത് ഇവിടെ നിങ്ങൾക്ക് 3 ബോണ്ട് പെയറും അതുപോലെ തന്നെ 2 ലോൺ പെയറുമാണ് ഉള്ളത്. ഓക്കെ, 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അതായത് ഇവിടുത്തെ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 2 5. 5 ആണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? sp3d. ഒരു s 3 p ഒരു d. 1 3 1 4 1 5. അങ്ങനെയാണ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് മനസ്സിലായത്. സോ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ഓപ്ഷൻ നോക്കാം. sp2 അല്ല, sp3d ഒരെണ്ണം വരുന്നുണ്ട്, വേറെ എല്ലാം sp3 ആണ് വരുന്നത്. എലിമിനേറ്റ് ചെയ്യാം. ഏതായിരിക്കും ആൻസർ? sp3d വരുന്നതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ജോമെട്രി എന്തായിരിക്കും? ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് ഇതിന്റെ ജോമെട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്
ടി ഷേപ്പ് ആയിരിക്കും. എന്താണ്? ടി ഷേപ്പ് ആയിരിക്കും. എങ്ങനെ ഇരിക്കും ഇത്? എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു എഫ്, രണ്ടാമത്തെ എഫ്, മൂന്നാമത്തെ എഫ്, രണ്ട് എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. സോ ഇതെന്താണ്? ഒരു ടി ഷേപ്പ് പോലെ നിങ്ങൾക്ക് തോന്നണം. ഇത് ടി ഷേപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണ്? ടി ഷേപ്പ്ഡ് ആണ്. ഹൈബ്രിഡൈസേഷൻ sp3d ജോമെട്രി ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. സോ sp3d സി ആണ് അതിന്റെ ആൻസർ. ഇത് 65 ആൻസർ എന്താണ്? സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. സോ ഈ രീതി വേണം നിങ്ങൾ അതിന്റെ ജോമെട്രി സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. വാലൻസ് ബോണ്ട് നമ്മുടെ VSEPR തിയറിക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാണ്. ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. എന്ത് ചെയ്യുക? തെറ്റിക്കാതെ ചെയ്യുക. നെക്സ്റ്റ് 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഈസ് പോസിബിൾ ഫോർ ബാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയം? സോ സോഡിയത്തിന്റെ കേസിൽ ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് പോസിബിൾ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ അപ്പ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഈ 3 ലോയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. സോ സോഡിയം ആണ് 1s2, 2s2, 2p6, 3s1 ആണ് വരുന്നത്. സോ 3s1 ആണ് വരുന്നത്. എസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഹാഫ് ആയിരിക്കും. സോ 3s1 ആണ്. സോ 3s1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആയിരിക്കും. നമ്മളുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. സോ ml എന്ന് പറയുന്നതും 0 ആയിരിക്കും. എസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഹാഫ് ആകാം. ഇതായിരിക്കും ഇതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ N3 വരുന്ന എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണത്തിനകത്ത് N3 ആണ് വരുന്നത്. ഇനി L0 വരുന്ന എത്ര എണ്ണം ഉണ്ട്? L0 ആകാനുള്ള കാരണം എന്താ? എസിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ. എക്സിന്റെ കേസിൽ L0 ആവുമ്പോഴാണ് എസിൽ വരുന്നത്. L1 ആവുമ്പം P ആയിരിക്കും, L2 ആവുമ്പം D ആയിരിക്കും. സോ ഇവിടെ എസ് ആണ്. സോ അതുകൊണ്ടാണ് L0 എന്ന് കൊടുത്തത്. സോ ഇവിടെ L1 ആണ്. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ഇത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സോ ഇവിടെ L0 വരുന്ന N3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ M എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? സ്പിന്ന് 0, S0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, എസ് എന്താണ്? ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് ആകാം, അല്ലെങ്കിൽ എന്താകാം? മൈനസ് ഹാഫ് ആകാം. സോ ആൻസർ വരുന്നത് ഏതാണ്? നമ്മൾ എ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സോഡിയത്തിന്റെ കേസാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചോദിക്കാം. നിങ്ങൾ ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1 ആണ്. ബാലൻസ് ഇലക്ട്രോൺ 3s1ലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആയിരിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ഫോർ s ഓർബിറ്റൽ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ്? 0 ആയിരിക്കും. സോ സ്പിൻ എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആകാം, മൈനസ് ഹാഫ് ആകാം. അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? സി ആയിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് 67ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്? എന്താണ് കറക്റ്റ് അബൌട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്? വാട്ടർ ഈസ് എ ലിക്വിഡ്. എന്താണ്? വാട്ടർ ലിക്വിഡ് ആണെന്ന് നമുക്കറിയാം. അത് കറക്റ്റ് ആണ്. സോ 1 കറക്റ്റ് ആണ്. 1 കറക്റ്റ് അല്ലാത്ത ഏതൊക്കെ ഓപ്ഷനാണ് ഉള്ളത്? ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. എലിമിനേറ്റ് ചെയ്തു. ഡെൻസിറ്റി ഓഫ് ഐസിസ് ഗ്രേറ്റർ അല്ല, ഐസിസ് ഗ്രേറ്റർ അല്ല, ലോവർ ആണ്. നമുക്കറിയാം. സോ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് റോങ് ആണ്. സെക്കൻഡ് റോങ് ആണെങ്കിൽ ഇത് പോയി. പോയിട്ട് ഏതാ ഉള്ളത്? ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കിട്ടി കഴിഞ്ഞു. എത്ര സെക്കൻഡ് വേണം? 5 സെക്കൻഡ് പോലും എടുത്തില്ല. ആൻസർ കിട്ടി. 67 ആൻസർ എന്താണ്? സി ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓർത്തോനൈട്രോഫിനോൾ ഈസ് എന്താണ്? മോർ വോളറ്റൈൽ. അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? കറക്റ്റ് 1ഉം അതുപോലെ തന്നെ 3ഉം ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ 2 എന്ന് പറയുന്നത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 2 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. 67 ആൻസർ സി ആയിരിക്കും. നെക്സ്റ്റ്, എഫ് സെന്റേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ. എഫ് സെന്റേഴ്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോക്കുക. ഷോർട്ട് കീ ഡിഫക്റ്റിലല്ല, ഫ്രാങ്കൽ ഡിഫക്റ്റിലല്ല, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിലും അല്ല. എവിടെയാണ്? മെറ്റൽ എക്സിസ് ഡിഫക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? എഫ് സെന്റേഴ്സ് കാണാനായിട്ട് പറ്റുന്നത്. സോ എഫ് സെന്റേഴ്സിനെ കുറിച്ച് 2-3 സെന്റൻസ് കൂടെ നമുക്ക് നോക്കണം. എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ ഫെർബ് അല്ലെങ്കിൽ കളർ കളർ ആളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് റിഫേഴ്സ് ടു ആൻ ആനിയോൺ വേക്കൻസി ദാറ്റ് ട്രാപ്ഡ് ആൻ ഇലക്ട്രോൺ ദാറ്റ് ഹാസ് എ ട്രാപ്ഡ് ഇലക്ട്രോൺ. സോ ദിസ് ഇലക്ട്രോൺ ഒക്കുപ്പൈസ് ദ വേക്കൻസി ആൻഡ് ക്യാൻ അബ്സോർബ് വിസിബിൾ ലൈറ്റ് ഗിവിംഗ് കളർ ടു ദ എന്താണ്? കളർലെസ് ക്രിസ്റ്റൽസ്. അവിടെ കളർ സെന്റർ ആയിട്ടാണ് എഫ് സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ എഫ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഫെർബ് സെന്റർ എന്ന് പറയുന്നത്. സോ പ്രൊഡ്യൂസർ ഇൻ മെറ്റൽ എക്സിസ് ഡിഫക്റ്റിലാണ് സാധാരണയായിട്ട് എഫ് സെന്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഒക്വേഴ്സ് വെൻ ദർ ഈസ് ആൻ എക്സസ് ഓഫ് മെറ്റൽ അയോൺസ് ഇൻ ദ ലാക്ടീസ്. Common in alkyl halides like NaCl, KCl when heated in metal vapor. So NaCl turns yellow and Na vapor due to F centers. NaCl എന്ത് ചെയ്യുന്നു? yellow ആകുന്നു. എന്തുകൊണ്ടാണ്? F centers മൂലമാണ്. സോ ഒരു എക്സാമ്പിളോടെ ചേർത്ത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സോ F centers ഉള്ളത് മെറ്റൽ എക്സിസ് ഡിഫക്റ്റ് കാണിക്കുന്ന സിസ്റ്റത്തിനകത്തുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അതാണ് എഫ് സെന്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.
സോ ഷോർട്ട് കീ ഡിഫക്റ്റ് അല്ല. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ നമ്പർ ഓഫ് കാറ്റോൺ ആൻഡ് ആനോൺ വേക്കൻസീസ്, നോ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ആണ്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റോൺ ഈസ് ഡിസ്പ്ലേസ്ഡ് ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, അവിടെ എന്തല്ല കളർ സെന്റർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഒക്കേഴ്സ് ടിപ്പിക്കലി ഇൻ ടിപ്പിക്കൽ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്, നോ എഫ് സെന്റർ, അവിടെ നമുക്ക് എന്ത് കാണത്തില്ല? എഫ് സെന്റേഴ്സ് കാണത്തില്ല. സോ അതാണ് അതർ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇനി 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ഓക്കെ, ഞാൻ ഇതിൻ്റെ കോൺഫിഗറേഷനോടെ എഴുതാം. കോൺഫിഗറേഷൻ 1s2, 2s1, 1s2, 2s2, 1s2, 2s2, 2p1 and 2p2 and 2p3. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നോക്കുക, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. സോ ഈ ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അയണൈസേഷൻ എനർജി. ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. സോ നിങ്ങൾ നോക്കുക, ഇതിനകത്തെ ഫസ്റ്റ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലിഥിയത്തിനകത്ത് ഇവിടെ ഒരു എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. സോ ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? അത് സ്റ്റേബിൾ ആയിട്ട് മാറും. സോ ഇവിടുന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എന്താണ്? എളുപ്പമാണ്, പ്രശ്നമില്ല. ഇനി നോക്കുക, ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നൈട്രജന്റെ കേസിൽ 2p3 ഹൈബ്രിഡൈസ് 2p3 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. എന്താണ്? ഹാഫ് ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഹൈലി സ്റ്റേബിൾ ആണ്. ഇവിടുന്ന് ഇലക്ട്രോണിനെ ഒരു കാരണവശാലും നൈട്രജൻ എന്ത് ചെയ്യത്തില്ല? വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആർക്കാണുള്ളത്? നമ്മുടെ നൈട്രജൻ ആണുള്ളത്. അങ്ങനെ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? അങ്ങനെ എല്ലാ ഓപ്ഷനകത്തും വരുന്നുണ്ടോ? ഇല്ല, ഈ ഓപ്ഷൻ ഇല്ല, ബാക്കി എല്ലാ ഓപ്ഷനകത്തും വരുന്നുണ്ട്. സോ നൈട്രജൻ ആണ് നമ്മളുടെ ഏറ്റവും കൂടുതലെന്ന് മനസ്സിലായി, ലിഥിയമാണ് ഏറ്റവും കുറവെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കാർബണും അതുപോലെ തന്നെ ബോറോണും തമ്മിൽ കമ്പയർ ചെയ്യണം. സോ ഈ ബോറോണിന്റെ കേസിലും ഒരെണ്ണത്തെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകും. സോ 2p1 എന്ന് പറഞ്ഞാൽ പോയാൽ 2s2 ആണ്. സോ അവിടുന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ എന്ത് ചെയ്യും? ബോറോൺ എന്തിനായിരിക്കും ശ്രമിക്കുന്നത്? വിട്ട് കൊടുക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. സോ നൈട്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ വരേണ്ടത്? നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ കാർബൺ ആയിരിക്കും വരിക. കാരണം എന്തായാലും രണ്ടെണ്ണത്തെ വിട്ടു കൊടുക്കണം. സോ അതുകൊണ്ട് അത്ര എളുപ്പമല്ല. സോ അതുകൊണ്ട് തന്നെ കാർബൺ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത്. സോ നൈട്രജൻ കഴിഞ്ഞിട്ട് കാർബൺ വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി കമ്പയർ ചെയ്യുന്നത് ബോറോണും ബെറിലിയവും തമ്മിലാണ്. സോ ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അത് ബെറിലിയത്തിനായിരിക്കും കൂടുതൽ ദെൻ ബോറോൺ ആയിരിക്കും. കാരണം എന്താണ്? 2s2 കോൺഫിഗറേഷനും 2s2 2p1 കോൺഫിഗറേഷനാണ്. അപ്പം ഏറ്റവും എളുപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറിലിയം എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ഇലക്ട്രോണെ വിട്ടു കൊടുക്കത്തില്ല. സോ ബോറോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറിലിയത്തിന് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബോറോൺ, ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും ആർക്ക്? ലിഥിയത്തിന്. സോ ലിഥിയം, ബോറോൺ, ബെറിലിയം, കാർബൺ, നൈട്രജൻ, അതായിരിക്കും നമ്മുടെ ഓർഡർ. ഡി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓർഡർ. എനിക്കൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോൺഫിഗറേഷൻ എഴുതി നോക്കുക. കോൺഫിഗറേഷൻ എഴുതിയിട്ട് ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഏതിനാണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടെന്നുള്ളത് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. സോ അതാണ് നമ്മളുടെ ആൻസർ. ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദ ഗേഷ്യസ് ആറ്റം ആണ്. സോ അയണൈസേഷൻ എനർജി ജനറലി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഡിക്രീസിങ് അറ്റോമിക് സൈസ്. അത് നമുക്കറിയാം. ഇനി ഒരു എക്സെപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബോറോൺ ഹാവിംഗ് ലോവർ അയണൈസേഷൻ എനർജി ദാൻ ബെറിലിയം. ബെറിലിയത്തിനായിരിക്കും അയണൈസേഷൻ എനർജി കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. ദെൻ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. നെക്സ്റ്റ് 70ാമത്തെ ചോദ്യം. ദ ബ്രിഡ്ജ് ബോണ്ട് ഇൻ ഡൈബൊറൈൻ ഈസ്. ഓക്കെ, ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ B2H6 ആണ് ഡൈബൊറൈൻ എന്ന് പറയുന്നത്. സോ ഡൈബൊറൈനകത്ത് നോക്കുക, ഇതാണ് നമ്മളുടെ ഡൈബൊറൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു BH ബോണ്ടിനെയാണ് നമ്മൾ ബനാന ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു ബോറോൺ, ഒരു ഹൈഡ്രജൻ, അതുപോലെ തന്നെ വേറൊരു ബോറോൺ. സോ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് നമ്മൾ ഈ ബനാന ബോണ്ടിനെ വിളിക്കുന്നത്. അതായത് ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോണ്ടും അതുപോലെ തന്നെ ഈ ഒരു ബോണ്ട്, ഈ രണ്ട് ബോണ്ട് എന്താണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. സോ ദ ബ്രിഡ്ജ് ബോണ്ട് ഇൻ ഡൈബൊറൈൻ എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. 3 സെന്റർ ഉണ്ട്, BHB ഉണ്ട്, പക്ഷേ 2 ഇലക്ട്രോൺസ് അവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ BH ബോണ്ടോ? ഈ BH ബോണ്ട് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അതെന്താണ്? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇത് എന്താണ്? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇത് എന്താണ്? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. പക്ഷേ ബ്രിഡ്ജിങ് അല്ലെങ്കിൽ ബനാന ബോണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആയിരിക്കും. 3 സെന്ററും 2 ഇലക്ട്രോണും ഇവിടെ കാണത്തുള്ളൂ. ആൻസർ വരുന്നത് എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. സോ
സോ ഡൈബറൈൻ എന്തുണ്ട്, 4 ടെർമിനൽ BH ഉണ്ട്. അതെന്തായിരിക്കും? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആയിരിക്കും. 2 ബ്രിഡ്ജിംഗ് ഉണ്ട്, ബനാന ഷേപ്ഡ് ബോൺസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതെന്താണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളായിരിക്കും. സോ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 ആറ്റം ഷെയർസ് 2 ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. പൊതുവെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും എന്താണ്, ബൊറൈൻസ് പോലത്തെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് 70ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 71ാമത്തെ ചോദ്യം, ഫജാൻസ് റൂൾ സമ്മറൈസ് ദ ഫാക്ടേഴ്സ് ഫേവറിംഗ്. ഫജാൻസ് റൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ചോദിക്കുന്നത്. അയണൈസേഷൻ എനർജി ആൻഡ് ബോണ്ടിങ് അല്ല. അയണൈസേഷൻ എനർജി ആൻഡ് കോവലൻസി ഉണ്ട്, പക്ഷേ അയണൈസേഷൻ എനർജിയെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ അത് ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ബോണ്ടിങ് അല്ല. എന്തിനെ കുറിച്ചാണ്? പോളറൈസേഷൻ ആൻഡ് കോവലൻസിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതും കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ക്വസ്റ്റൻ. നമ്മൾ ആ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ക്വസ്റ്റനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 നടന്നിട്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് നടന്ന ആ ഒരു ക്വസ്റ്റൻ പേപ്പറാണ്. സോ പോളറൈസേഷൻ ആൻഡ് കോവലൻസി ആണ് ഫജാൻസ് റൂളിനകത്ത് ഉള്ളത്. സോ എന്തൊക്കെയാണ് ഫജാൻസ് റൂളിന്റെ ഒരു സിഗ്നിഫിക്കൻസ് കൊണ്ട് നമുക്ക് നോക്കാം. സോ ഫജാൻസ് റൂൾസ് ഹെൽപ് ടു പ്രെഡിക്റ്റ് വെദർ എ കെമിക്കൽ ബോണ്ട് ഈസ് മോർ അയോണിക് ഓർ മോർ കോവലന്റ് ബേസ്ഡ് ഓൺ പോളറൈസേഷൻ എഫക്ട്. പോളറൈസേഷൻ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അയോണിക് നേച്ചറും കോവലന്റ് നേച്ചറും ഫജാൻസ് റൂൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ റൂൾ ഇത്രേ ഉള്ളൂ. എ കാറ്റോൺ വിൽ പോളറൈസ് ആൻ ആനോൺ വിത്ത് ഇൻക്രീസിംഗ് കോവലന്റ് ക്യാരക്ടർ ഇഫ് കാറ്റോൺ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അതുപോലെ തന്നെ ഹൈലി ചാർജ്ഡ് ആയിരിക്കണം. ആനോൺ എന്തായിരിക്കണം, വലുതായിരിക്കണം. അതുപോലെ ഹൈലി ചാർജ്ഡ് ആയിരിക്കണം. സോ കാറ്റോൺ ഹാസ് ഇൻകംപ്ലീറ്റ് ഷെല്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയുമാണ് നമ്മുടെ ഫജാൻസ് റൂളിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അത് ഓർത്തിരിക്കുക. സോ ഗ്രേറ്റർ ദ പോളറൈസേഷൻ ഗ്രേറ്റർ വിൽ ബി ദ കോവലന്റ് ക്യാരക്ടർ. എന്താണ് ഗ്രേറ്റർ ദ പോളറൈസേഷൻ ഗ്രേറ്റർ വിൽ ബി ദ കോവലന്റ് ക്യാരക്ടർ. സോ ഫജാൻസ് റൂൾ എന്ന് പറയുന്നത് പോളറൈസേഷനെയും കോവലൻസിയെയും കുറിച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ആൻസർ ഡി വന്നത്. സോ കാറ്റോൺ സ്മോൾ ആയിരിക്കണം, ചാർജ് കൂടുതലാണെങ്കിൽ അത് ഹൈലി പോളറൈസിങ് പവർ ആയിരിക്കും. ഇനി ആനോൺ വലുതും ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഹൈ പോളറൈസിബിലിറ്റി ആണ് കാണിക്കുന്നത്. സോ പോളറൈസേഷനും കോവലൻസിയുമാണ് ഫജാൻസ് റൂൾ പറയുന്നത്. സോ ആൻസർ വരുന്നത് ഡി. നെക്സ്റ്റ് 72ാമത്തെ ചോദ്യം. സോ ബോണ്ട് ഓർഡർ ഓഫ് ദ ഫോളോയിങ്. ബോണ്ട് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബോണ്ട് ഓർഡർ N2ന്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്കറിയാം എന്തായിരിക്കും. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് N2ൻ്റെത് 3 ആയിരിക്കും. O2ൻ്റേത് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. O2 എന്ന് പറയുന്നത് എന്താണ്, പാരാമാഗ്നറ്റിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. O2 എന്ന് പറയുന്നത് എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇനി O2 പോസിറ്റീവ് ആണെങ്കിൽ 2.5 ആയിരിക്കും. O2 നെഗറ്റീവ് ആണെങ്കിൽ 1.5 ആയിരിക്കും. O2 2 നെഗറ്റീവ് ആണെങ്കിൽ 1 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഓർഡർ. സോ ഏറ്റവും കൂടുതൽ വരുന്നത് N2നാണ്. N2 വരുന്നത് എത്ര ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ഞാൻ എലിമിനേറ്റ് ചെയ്തു. സോ N2നാണ് ഏറ്റവും കൂടുതൽ 3 വരുന്നു. 3 കഴിഞ്ഞ് 2.5 ആണ് വരേണ്ടത്. അത് O2 പോസിറ്റീവ് ആണ്. N2 കഴിഞ്ഞ് O2 പോസിറ്റീവ് വരുന്നത് ഇതിനാണ്. ഇത് എലിമിനേറ്റ് ചെയ്തു. ആൻസർ എന്താണ്, ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ 3 O2 പോസിറ്റീവ് ആണെങ്കിൽ 2.5, O2 ആണെങ്കിൽ 2, O2 മൈനസ് ആണെങ്കിൽ 1.5, O2 2 മൈനസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 1 ആയിരിക്കും വരുന്നത്. സോ ഇത് സാധാരണയായിട്ട് O2ൻ്റെ കേസിൽ ചോദിക്കാറുണ്ട്. O2 പോസിറ്റീവ്, O2 മൈനസ്, O2 2 മൈനസ്. അതിൻ്റെ ബോണ്ട് ഓർഡറും കാര്യങ്ങളും ഓർത്തിരിക്കുക. സോ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്താണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നതും ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റുകളെല്ലാം തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അതാണ് 72ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 73ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർ ഓഫ് ലെഡ്. ലെഡിൻ്റെ ഓർ ഏതാണെന്നാണ് ചോദ്യം. സോ പൈറോലിസൈറ്റ് അല്ല, Mnൻ്റെ ഓറാണ്. സ്പെലറൈറ്റ് അല്ല, ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ഓറാണ്. ഏതാണ്, ഗലീനയാണ് നമ്മളുടെ ലെഡിൻ്റെ ഓർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേബിളോട് നിങ്ങൾ ഓർത്തിരിക്കുക. സോ മാംഗനീസിൻ്റെ ഓറാണ് പൈറോലിസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ സിങ്കിൻ്റെ ഓറാണ് ZnS ആണ് സ്പെലറൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ഓറാണ്. ഗലീന എന്ന് പറയുന്നതാണ് ലെഡിൻ്റെ ഓർ എന്ന് പറയുന്നത്. സോ ഓൾറെഡി നമ്മൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ അത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാമത്. ക്രയോലൈറ്റ് ആണ്. സോ ക്രയോലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാൾ ഹെറോൾഡ്
ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് അലൂമിനിയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പേര് പഠിക്കേണ്ടത്. എന്താണ്? ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ഓഫ് അലൂമിനിയം യൂസിങ് ക്രയോലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ദ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ഓഫ് അലൂമിനിയം is done by Hall Heroult process where എന്താണ് the bauxite is first purified, then the purified alumina is dissolved in a molten cryolite which act as a electrolyte. ഇവിടെ cryolite എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. വൈ cryolite? എന്തുകൊണ്ടാണ് cryolite എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ lowers the melting point of alumina from 2000 Kelvin to എന്താണ് 1000 Kelvin, increases conductivity of the molten mixture and also make the process economically feasible. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സ് ഓൾറെഡി അലുമിനിയമായിട്ട് ബന്ധപ്പെട്ട പേര് ഓർത്തിരിക്കണം, ഹോൾ ഹെറോൾഡ് പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് 75ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 75ാമത്തെ ചോദ്യം. Sorry. So identify the correct statement. So EDTA is a bidentate ligand അല്ല, ethylene diamine is a monodentate ligand അല്ല. ethylene diamine എന്താണ്? ഒരു bidentate ligand ആണ്. ഇതും wrong ആണ്. Oxalate is a monodentate അല്ല, bidentate ligand ആണ്. EDTA is a hexadentate ligand. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻസർ എന്താണ്? സി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനകത്ത് കോർഡിനേഷനിൽ നിന്ന് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, ഓർഗാനോ മെറ്റാലിക്സിൽ നിന്ന് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, എക്സ്ട്രാക്ഷനിൽ നിന്ന് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അതാണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കണം. സോ ഞാൻ ചില സമയത്ത് ചില സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രമല്ല, എനിക്കറിയാം വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു. എക്സാമിനൊക്കെ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നല്ലപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.